Hello, my dear students. Welcome to Crack It by Excellence Academy. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ മെക്കാനിക്കലിൻ്റെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 മൊഡ്യൂളായിട്ടാണ് ഈ സിലബസ് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 10 എണ്ണം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനായിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമ്മുടെ നോർമൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ് ബാക്കി എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ കൂടുതലും നമുക്ക് ഈ ടർബൈൻസും പമ്പ്സും അതൊക്കെയാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു സിംഗിൾ മൊഡ്യൂളായിട്ടായിരിക്കും കൂടുതലും ഉള്ളത്. പക്ഷേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ നമുക്കിത് രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ട് തന്നു, ഈച്ച് ഹാവിങ് 10 മാർക്സ്. അപ്പോൾ ഓരോ ടോപ്പിക്കിനും നമുക്ക് 10 മാർക്സിൻ്റെയാണ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. പമ്പ് എന്താണ്, ടർബൈൻസ് എന്താണ്, അതിൻ്റെ സ്പെസിഫിക് സ്പീഡ്, യൂണിറ്റ് സ്പീഡ്, ഇതെല്ലാം ചേർത്ത് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്നും പറയുന്നത്. ദെൻ കംസ് തെർമോഡൈനാമിക്സ് റിലേറ്റീവ്ലി സിമ്പിൾ ഒരു സിലബസ് ആണ്, ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. അതായത് കമ്പയർഡ് ടു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിലബസ് പോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സിലബസിലില്ല. ദെൻ കംസ് തെർമൽ എഞ്ചിനീയറിംഗിലും റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് തെർമോഡൈനാമിക്സും തെർമലും എന്ന് പറയുന്നതിൻ്റെ ഒരു 20 മാർക്സ്, രണ്ടും ഈച്ച് ഹാവ് 10 മാർക്ക് വെയിറ്റേജ് ആണ്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് ഈ 20 മാർക്സും ഈ എക്സാമിന് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസേ ഉള്ളൂ. ഇതിൽ നിന്ന് കാര്യം എന്ത് ചോദിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഈ 20 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ കംസ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സിലബസ് ആണ്. ബിക്കോസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണെങ്കിലും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിലും നമുക്കൊരു സിമ്പിൾ ലെവലിൽ അത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ചോദിക്കുന്നത് ഒരു കാൻഡിലിവർ ബീം അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെ വരും എന്നൊക്കെ സഡൻലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ലോഡ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വിത്തിൻ ഒരു 1.5 മിനിറ്റോ 2 മിനിറ്റോ ഹാർഡ്ലി അതിനുള്ളിൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടണമെങ്കിൽ അതിനകത്ത് കുറച്ച് അധികം ക്ലാരിറ്റി നമുക്ക് ഈ പറയുന്ന മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ടോപ്പിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു 10 മാർക്സ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇൻ റിലേഷൻ വിത്ത് അതർ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത ഇപ്പോൾ തെർമലും തെർമോഡൈനാമിക്സും പോലെയൊന്നും അല്ല, കുറച്ചും കൂടെ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ദെൻ ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. നമ്മൾ ബേസിക്കലി മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന സിലബസ് ആണ് ഈ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് തന്നെ. പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സിലബസ് ഡയറക്റ്റ്ലി ഇപ്പം അയൺ കാർബൺ ഡയഗ്രാമോ നമ്മുടെ ട്രിപ്പിൾ ഡയഗ്രാം വെച്ച് മാർട്ടൻസൈറ്റ് എവിടെ ഫോം ആവും, പേർലൈറ്റ് എന്താണ്, യൂട്ടറ്റിക് സിസ്റ്റം എന്താണ്, യൂട്ടക്ടോയിഡ് പോയിന്റ് എന്താണ്, ഇങ്ങനെ ഒരു ഡയറക്റ്റ് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഇൻഡെപ്ത് മെറ്റീരിയൽ സയൻസ് മാറ്റി ഇതിനകത്ത് കൂടുതലും കൊടുത്തിരിക്കുന്നത് ഈസ് അബൌട്ട് അലോയ്, ഡിഫറെൻറ്റ് അലോയ് മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് കാർബൺ സ്റ്റീൽസ്, ഡിഫറെൻറ്റ് അലോയ്, ഇപ്പം നോൺ ഫെറസും ഉണ്ട്, ഫെറസ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ജനറൽ നോളജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും ഈ ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ അധികം കാണാതെ പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പെരിടെക്റ്റിക്, യൂട്ടക്ടോയിഡ്, കോപ്പർ നിക്കൽ സിസ്റ്റമോ അതൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കി പഠിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ്. അത് നമുക്ക് ഇപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം വരുന്നത് വേറൊരു നമുക്ക് ടെക്നിക്കലായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ കൂളിംഗ്, അതായത് പല രീതിയിലുള്ള കൂളിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അനീലിംഗ് ഉണ്ട്, നമ്മുടെ സഡൻ ആയിട്ട് നമുക്ക് ക്വെഞ്ചിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല പ്രോസസ്സിനെയും പറ്റിയിട്ട് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൂളിംഗ് റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഓരോ ഫോർമേഷൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മാർട്ടൻസൈറ്റ് ആണെങ്കിലും പേർലൈറ്റ് ആണെങ്കിലും ആൽഫ ഫെറൈറ്റ് ആണെങ്കിലും ഇതെല്ലാം ഫോം ആവുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ കൂളിംഗ് റേറ്റ്. ക്വെഞ്ച് ചെയ്യുമ്പോൾ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നു, നോർമൽ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടുന്നു. പക്ഷേ ഇവിടെ ഡയറക്റ്റ്ലി കൂളിംഗ് റേറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ലിമിറ്റഡ് സിലബസിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഫ്യൂ ക്വസ്റ്റ്യൻസേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ആ ഒരു അപ്രോച്ചിൽ പഠിച്ചാൽ മതി. ബട്ട് സ്റ്റിൽ നമുക്ക് ഇവിടെ
മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ മാർക്ക് ലൂസ് ചെയ്യാനോ ഉള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് ആ ഡിഫറെൻറ്റ് അലോയിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. കാര്യം നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനകത്ത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും. ബിക്കോസ് അവർക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇതിൽ ചോദിക്കാം. ദെൻ കംസ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സിനും 10 മാർക്ക് തന്നെയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ബട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമുക്ക് ഈ ഡയറക്റ്റ് ഫൗണ്ടറി റിലേറ്റഡ് അല്ലെങ്കിൽ മെഷീൻ ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൂൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ കുറച്ച് ബേസ് ലെവലിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഹയർ ലെവൽ ഓഫ് മെഷീൻ ടൂൾസോ മെഷീൻ കട്ടിങ് പ്രോസസ്സോ അതൊന്നും അല്ല ഇതിൽ കാണുന്നത്. ഇതിൽ കൂടുതലും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഡ്രിൽ ബിറ്റ് ആണെങ്കിൽ ഡ്രിൽ ബിറ്റിൻ്റെ ആംഗിൾ എത്ര വരും, നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയലിംഗ് ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാമേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം. നമ്മൾ നോർമലി ഇപ്പോൾ വേറെ ഒരു എക്സാമിന് പഠിക്കുന്ന ഒരു രീതിയിലല്ല ഇതിൻ്റെ ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഏത് പഠിക്കണം, ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ദെൻ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈനിലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ബേസിക്കലി നമ്മുടെ ഗ്രാഫിക്സിൻ്റെ ഒരു കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ചോദിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിൽ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പേപ്പറാണ്. അപ്പം നിങ്ങൾ പലരും ഇത് ഒരുപാട് നാളായി ഇത് ഏതാന്നൊക്കെ ഒരു റിലേഷൻ കിട്ടിയിട്ട്, അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സിലബസിന് ഇത് പഠിക്കുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാവാം. നമുക്കൊരു സിലബസ് കാണുമ്പോൾ ഒരു ടെൻഷൻ വരും. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ക്ലാസ്സിൽ അത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലും ഇതിനകത്ത് എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. സോ അതൊരു വലിയൊരു കൺഫ്യൂസിങ് ഏരിയ അല്ല. ആൻഡ് മെഷീൻ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ മാറിയായിരിക്കും വരുന്നത്. പക്ഷേ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. നമുക്കത് നന്നായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈനിൽ നിന്ന് ചോദിക്കുന്ന ഒരു 10 മാർക്ക് നമുക്ക് ഈസിലി സോൾവബിൾ ആണ്, കിട്ടാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുമാണ്. ദെൻ IC എൻജിൻസ് ആൻഡ് സ്റ്റീം ബോയിലേഴ്സ്. എഗെയിൻ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തെർമലിൽ വരുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ ഇപ്പം നമ്മൾ ഓട്ടോമൊബൈലിൽ AMVI കോഴ്സൊക്കെ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്ന IC എൻജിൻസ് ആൻഡ് സ്റ്റീം ബോയിലേഴ്സ്. ബിക്കോസ് IC എൻജിൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു റിലേറ്റീവ്ലി AMVI ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ പോലും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ബേസിൽ അധികം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടും പക്ഷേ ട്രിക്കി ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവോയ്ഡ് നോക്കിങ്ങിന് എന്തായിരിക്കണം ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേവറബിൾ ആണോ അവോയ്ഡ് ചെയ്യാനാണോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് IC എൻജിൻസ്. പലർക്കും പെട്ടെന്ന് ആ ഒരു സമയം ആലോചിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് മാർക്ക് പോകുന്ന ഒരു ഏരിയയാണ് IC എൻജിൻസ്. അപ്പോൾ അത് കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റ് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കവറായി കിട്ടിക്കോളും. ദെൻ സ്റ്റീം ബോയിലേഴ്സും ഭയങ്കര എളുപ്പമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആക്സസറീസ് എന്താണ്, ഇതിലെപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് വരുന്നത് ഇതിൻ്റെ കൂടെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടിങ്സ് ഉണ്ട്. പിന്നെ നമ്മൾ അല്ലാണ്ട് ഇതിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആക്സസറീസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 തന്നിട്ട് ഇതിനകത്ത് ആക്സസറി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ മൗണ്ടിങ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന കുറേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, പെക്യൂലിയർ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റീം ബോയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10 മാർക്ക് നമുക്ക് ഈസിലി സോൾവബിൾ ആണ്. ദെൻ കംസ് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ. എല്ലാവർക്കും 10 മാർക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. പക്ഷേ ഇത് സിലബസിൻ്റെ അവസാനം കിടക്കുന്നത് കൊണ്ട് നമ്മളിത് വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പഠിക്കാൻ ഒരു ചാൻസ് ഉള്ളതുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ തെർമലിൽ കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സിലബസ് സിമ്പിളാക്കി തരാൻ വേണ്ടിയിട്ട് ഇതിനെ ലാസ്റ്റ് പക്ഷേ ഒരു റിലേഷനും കിട്ടരുത്. നമ്മൾ ആ പഠിച്ചു വരുന്ന ഫ്ലോ കാര്യം ഇതിന് ശേഷമായിരുന്നു ഈ 2 മൊഡ്യൂൾ പഠിച്ചിരുന്നെങ്കിൽ കുറച്ച് ആ ഫ്ലോ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയേനെ. കാര്യം തെർമോഡൈനാമിക്സ് പഠിക്കുന്നു, തെർമൽ പഠിക്കുന്നു, ദെൻ IC എൻജിൻ ആൻഡ് സ്റ്റീം ബോയിലേഴ്സ്, ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ, ഇതെല്ലാം തെർമൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 40 മാർക്ക്, ഈ 4 മൊഡ്യൂളിൻ്റെ 40 മാർക്ക് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം 40 മാർക്ക് ഈ 4 മൊഡ്യൂൾ, അതായത് മൊഡ്യൂൾ 9, 10, ദെൻ ഈ 2 മൊഡ്യൂൾസും, മൊഡ്യൂൾ 1, 2, 1 തൊട്ട് 4 വരെയും 9, 10
ഈ ഒരു 6 മൊഡ്യൂൾസ് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് 60 മാർക്ക് കിട്ടേണ്ട ഒരു ടോപ്പിക്സ് ആണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ മിസ് ചെയ്യരുത്. നമുക്ക് 60 ഔട്ട് ഓഫ് 60 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാൻസസ് ആർ സോ ഹൈ. നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇനി ഒരു 25 മാർക്സ്, അതായത് ഈ പറയുന്ന 4 ടോപ്പിക്സിൽ നിന്ന് നമുക്കൊരു 25 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേസ് ഗ്യാരണ്ടീഡ് ആണ്. നമുക്ക് അഡ്വൈസ് കയ്യിൽ കിട്ടും. അപ്പോൾ ആ ഒരു 25 മാർക്സ് കിട്ടാനായിട്ട് നമ്മൾ ഈ മെക്കാനിക്സും എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും മാനുഫാക്ചറിങ് പ്രോസസ്സും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ഒക്കെ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമോ, കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തെല്ലാം ഇച്ചിരി ജനറൽ നോളജ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലോ ഇച്ചിരി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലൊക്കെ ട്വിസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മെറ്റീരിയൽസിൽ ജനറൽ നോളജ് ചോദിക്കാം. മാനുഫാക്ചറിങ് പ്രോസസ്സിലും ഇതുപോലെ തന്നെ പല നമ്മൾ കേട്ടിട്ടില്ലാത്ത ടൂൾസ് ഒക്കെ അവർക്ക് പുതിയതായിട്ട് കൊണ്ടുവന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആംഗിളൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, ഓരോ ടൂൾസിൻ്റെ ഡ്രിൽ ബിറ്റിൻ്റെയൊക്കെ. ദെൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈനിൽ കുറച്ച് കൂടുതൽ ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് സ്കിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നമ്മൾ റിസ്ക് എടുത്താലും മൊഡ്യൂൾ 1 to 4 ആൻഡ് 9 and 10 ഈ ഇത്രയും കാര്യങ്ങൾ 1 to 4-ഉം 9-ഉം 10-ഉം നമുക്ക് ഫുൾ മാർക്സ്, അതായത് 6 മൊഡ്യൂളിൽ 60 മാർക്ക് നമ്മൾ ഗ്യാരണ്ടീഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കുള്ള ആ ഒരു 4 മൊഡ്യൂളിൽ കുറച്ചൊന്ന് പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ പോലും നിങ്ങൾ സേഫ് ആയിട്ടായിരിക്കും ഈ എക്സാമിന് കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ച് നമുക്ക് ആദ്യം 4 മൊഡ്യൂൾ ഫസ്റ്റ് നന്നായിട്ട് കവർ ചെയ്യുക. ദെൻ 9-ഉം 10-ഉം അടിപൊളിയായിട്ട് തീർക്കുക. പിന്നീട് 5, 6, 7, 8 നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു 4 ടോപ്പിക്കിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പം അങ്ങനെ നമുക്ക് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ആ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്ക് ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ വിൽ ഗോ ഡയറക്ട്ലി ഫോർ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, ടോട്ടൽ പ്രഷർ എന്താണ്, സെൻറ്റർ ഓഫ് പ്രഷർ എന്താണ്, ബോയൻസി, മെറ്റാ സെൻറ്റർ. ബിക്കോസ് ഞാൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, പാസ്കൽസ് ലോ, മെഷർമെൻറ്റ് ഓഫ് പ്രഷർ ഒക്കെ ഓൾറെഡി എടുത്തത് നമുക്ക് ഈ ചാനലിൽ തന്നെ നമുക്ക് അപ്ലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇന്നത്തെ ഒരു സെഷനിൽ വിൽ ടോക്ക് അബൌട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ബോയൻസി. ഓക്കെ, സോ ഇതിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. FM-ൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മാത്രമായിട്ട്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്, പ്രഷർ മെഷർമെൻ്റ് ഉണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ബോയൻസി, ഡൈനാമിക്സ്, ലാമിനാർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ, ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, പിന്നെ വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസസ് ഇൻ പൈപ്സ്, മേജർ ലോസ്, മൈനർ ലോസ്, അതിൻ്റെ കാറ്റഗറിയൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ വാട്ടർ ഹാമർ ആൻഡ് വേപ്പർ പ്രഷർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കാനുള്ള കണ്ടന്റ്. അപ്പോൾ ഇത്രയും പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തീർന്നു. ഓക്കെ, ആൻഡ് ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രഷറിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെയും ഫ്ലൂയിഡ് എന്തിനാണ്, റെസ്റ്റിലിരിക്കുവാണ്. ഫ്ലൂയിഡ് റെസ്റ്റിലായതുകൊണ്ട് തന്നെ അതിന് മൂവ്മെൻ്റ് ഇല്ല. മൂവ്മെൻ്റ് ഇല്ലാത്തത് കാരണം തന്നെ അവിടെ എന്ത് ആക്ട് ചെയ്യുന്നില്ല, ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നില്ല. ആൻഡ് ഒൺലി അവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്താണ്, പ്രഷർ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ കുറച്ച് മിനിമൽ ഇക്വേഷനേ ഉള്ളൂ. എല്ലാ ഇക്വേഷനും സിമിലർ ആണ്. പക്ഷേ ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതിനകത്തുനിന്ന് പല കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം. അതായത് ഇഫ് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പല ടൈപ്പ് ഓഫ് പ്ലേറ്റ്സ്, അതായത് ഒരു ഒബ്ജക്റ്റ്, ഇപ്പം നമ്മൾ നേരത്തെ പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടു, P = ρgh എന്ന് കണ്ടു. അതായത് ഒരു ഹൈറ്റ് താഴോട്ട് പോകും തോറും എന്ത് ഇൻക്രീസ് ചെയ്യുന്നു, അവിടുത്തെ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു പ്ലേറ്റ്. ഈ ഒരു പ്ലേറ്റിനെ നമുക്ക് പല രീതിയിൽ വെള്ളത്തിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം, അല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന് എന്ത് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, അത് എവിടെ ആക്ട് ചെയ്യും, ഈ ടോട്ടൽ ഫോഴ്സ്, ഈ 2 കൺസ്ട്രെയിൻ ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അതായത് നമുക്ക് ഉണ്ടാകുന്ന ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, വി നീഡ് ടു സ്റ്റഡി വാട്ട് ഈസ് ദ എന്താണ് ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ടഡ് ഓവർ എ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിലുള്ള ഇക്വേഷൻസ് പഠിക്കണം. ദെൻ ഫോർ എ ഹൊറിസോണ്ടൽ സർഫസ് പഠിക്കണം. ദെൻ ഫോർ എൻ ഇൻക്ലൈൻഡ് സർഫസ് പഠിക്കണം. ആൻഡ് ഓൾസോ വൺ മോർ ഈസ് ദർ, ദാറ്റ് ഈസ് കർവ്ഡ് സർഫസ്. അപ്പോൾ ഈ 4 കേസസിലും ആക്ട് ചെയ്യുന്ന കോമൺ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അതായത് ഈ 4 കേസസിലും ഇത് നമ്മൾ ഒരു വാട്ടറിനകത്ത് സബ്മേർജ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്,
അതായത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. ടോട്ടൽ ഫോഴ്സ് ഫസ്റ്റ് പാരാമീറ്റർ, അതായത് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സും പിന്നെ ഇത് എവിടെ ആക്ട് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ COP അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷറും ടോട്ടൽ ഫോഴ്സും കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കഴിഞ്ഞു. ആകെ ഈ രണ്ട് കാര്യത്തിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ് നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് അറിയേണ്ടത്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഇക്വേഷൻസ് എങ്ങനെ മോഡിഫൈഡ് ആവുന്നു, എന്താണ് ഇതിൻ്റെ ഇക്വേഷൻസിൻ്റെ ഒരു ഒരു ബേസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ വേരിയിങ് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ഈസ് അബൌട്ട് എ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഒരു ലിക്വിഡിനകത്ത് സബ്മേർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും എന്നെങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഈ ഒരു ഇമേജ് നോക്കുക. ഇതിനകത്ത് ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു വെർട്ടിക്കലി ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചു. ഈ ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് എത്ര, ഹൈറ്റ് എത്ര? അപ്പോൾ അതിന് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? ഒരു B വിഡ്ത്താണ് ആ ഒബ്ജക്റ്റിനുള്ളത്. ആൻഡ് ദിസ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ്, അല്ലെങ്കിൽ ഇത് ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുന്നത് ഒരു സർട്ടൻ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഇതാണ് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഈ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൽ നിന്ന് സർട്ടൻ ഡെപ്തിലാണ് നമുക്ക് എന്തിരിക്കുന്നത്? ഈ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അല്ലേ? ഇത്രയും ഒരു ഡെപ്തിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും ഡെപ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഈ ഡെപ്തിനകത്തിരിക്കുന്ന ഒബ്ജക്റ്റിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഫോഴ്സ്. ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഫോഴ്സ് ബൈ ഏരിയ എന്ന് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. സോ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് പ്രഷർ ഇൻറ്റു ഏരിയ. ഈ ഇക്വേഷൻ നമുക്കറിയാം. ഇനി P ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് പഠിച്ചു? നേരത്തെ ρgh എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. അപ്പോൾ ഇനി ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. സോ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കണ്ടോ? ഈ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ത്രൂ ആണ് ഇവിടെ ഒരു ഫോഴ്സ് F കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ ആദ്യം നന്നായിട്ട് വരയ്ക്കാനൊന്ന് പഠിച്ചേ. എന്താണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വരച്ചു. ഈ ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് B ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് ഇത്രയും ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പാരാമീറ്റേഴ്സിൽ Gയും Bയും മനസ്സിലായിട്ടില്ല. B എന്താണെന്ന് മനസ്സിലായി. ഈ H ബാറും H സ്റ്റാറും മനസ്സിലാക്കണം. അപ്പോൾ ഈ 4 പാരാമീറ്ററാണ് G, P, H, H സ്റ്റാറും പിന്നെ ഉള്ള Hഉം DHും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫിഗർ ഓക്കെ ആണ്. അതായത് ഒരു ഫിഗർ വരച്ചു, ഇതിന് ഇത്രയും ഡിസ്റ്റൻസ് B കൊടുത്തു. ഇവിടെയാണ് നമ്മുടെ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഇതിനകത്ത് ഒരു G പോയിന്റ് മാർക്ക് ചെയ്തു, ഒരു B പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. എങ്ങനെയൊക്കെയാണ് Gയും Bയും മാർക്ക് ചെയ്ത്? എന്താണ് Gയും Bയും? ഇത് തിരിച്ചറിയുക. G മീൻസ് സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ഒരു ബോഡിയുടെ എൻറ്റയർ വെയിറ്റ് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു പെന്നിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഇപ്പോൾ ഒരു യൂണിഫോം ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. എൻറ്റയർ വെയിറ്റ് ഒരു പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഈക്വലൻ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു കണ്ടീഷനിൽ നിർത്താൻ പറ്റുന്നു. ഇതാണ് അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രോയിഡ് ആണ് G എന്ന് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ G പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി വാട്ട് ഈസ് H? H എന്ന് പറയുന്നത് ഈ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ഏരിയ, ഒരു ചെറിയ ഒരു ഏരിയ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഈ ഏരിയയുടെ ഹൈറ്റ് ആണ് ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ തൊട്ട് ഈ കൺസിഡർ ചെയ്ത ഈ ഒരു സ്ട്രിപ്പ് വരെയുള്ള ഹൈറ്റ് ആണ് Hഉം ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ആണ് DH എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ H മനസ്സിലായി, DH മനസ്സിലായി. വാട്ട് ഈസ് G? ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ് ആണ് G. അപ്പോൾ G മനസ്സിലായി, B മനസ്സിലായി. നൗ നമുക്ക് മനസ്സിലാവാത്തത് വേറെ H ബാറും നിങ്ങൾക്ക് മനസ്സിലാവും, ഈസി അല്ലേ? ആ G വരെയുള്ള ഡിസ്റ്റൻസ്, സെൻട്രോയിഡ് ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ടു ദി G പോയിന്റ്, ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? H ബാർ ആയിട്ടും എടുത്തിരിക്കുന്നത്. ഇനി വി ഹാവ് ഓൺലി 2 പാരാമീറ്റേഴ്സ്, വാട്ട് ഈസ് P ആൻഡ് വാട്ട് ഈസ് H സ്റ്റാർ. ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ ആക്ച്വലി ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിച്ചു. ഇതാണ് നമ്മുടെ P ആണ് പോയിന്റ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടിക്കൽ സർഫസ് നമ്മൾ ഇതുപോലെ വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിൻ്റെ എൻറ്റയർ വെയിറ്റും, ഇപ്പോൾ ഇത് ഫ്ലൂയിഡിനകത്തല്ലേ കിടക്കുന്ന, ഈ ഒരു സർഫസ് ഫ്ലൂയിഡിനകത്താണ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക.
ഫ്ലൂയിഡിനകത്തായതുകൊണ്ട് തന്നെ ഇത് താഴോട്ട് വരുന്തോറും വി നോ പി ഈസ് ഈക്വൽ ടു എന്താണ് റോ ജി എച്ച്. അപ്പോൾ ആസ് എച്ച് ഇൻക്രീസസ് പ്രഷർ ഓൾസോ ഇൻക്രീസസ് അല്ലേ. അപ്പോൾ ഇത് താഴോട്ട് വരുന്തോറും എന്ത് കൂടിക്കൂടി വരും. ഇപ്പോൾ വെള്ളത്തിനകത്താണ് കിടക്കുന്നതെങ്കിൽ ടോപ്പ് സർഫസിൽ പ്രഷർ കുറവായിരിക്കും. നമ്മളും വെള്ളത്തിന് താഴോട്ട് പോകുന്തോറുമാണ് എന്ത് കൂടിക്കൂടി വരുന്നത്, നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കൂടുന്നത്. സോ അതുകൊണ്ട് ബോഡി ഫ്രീ സർഫസിൽ ഇരിക്കുന്ന ഈ ലെയറിന് പ്രഷർ കുറവായിരിക്കും. ബോഡിയുടെ താഴോട്ട് പോകുന്തോറും എന്ത് എഫക്റ്റ് കൂടും, പ്രഷറിൻ്റെ എഫക്റ്റ് കൂടിക്കൂടി വരും. ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ബോഡി വെർട്ടിക്കലി ഇരുന്ന് കഴിഞ്ഞാൽ പ്രഷർ യൂണിഫോം അല്ല. ഇപ്പം നമ്മൾ പോയി ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബോട്ടത്തിൽ പോയി താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കൂടുതലും മേളിലോട്ട് വരുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ ഈക്വലൻ വെള്ളമേ ഉള്ളെങ്കിൽ അവിടുത്തെ പ്രഷർ കുറവുമായിരിക്കും. അതാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പം എന്തുകൊണ്ടാണ് സെൻറ്റർ ഓഫ് പ്രഷർ താഴെ പോയത്? അപ്പോൾ ഒരു യൂണിഫോം ബോഡിയിലാണെങ്കിൽ പോലും അത് നമ്മൾ നിൽക്കുന്ന സമയത്ത് പ്രഷർ കൂടുതൽ താഴോട്ടല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ എവിടെയായിരിക്കും വരിക്കുന്നത്? യൂണിഫോം ആയിട്ട് സെൻട്രലായിരിക്കില്ല, എപ്പോഴും നിയറർ ടു ദി ബോട്ടം പോയിന്റ് ആയിരിക്കും എന്ത് വരുന്നത്, സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഹൈറ്റ് വരുന്നത്. അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ പോയിന്റ് എവിടെയായിരിക്കും വരുന്നത്? ഏറ്റവും ബേസിൻ്റെ അടുത്ത്, നമ്മുടെ ഏറ്റവും ഡെപ്ത് എവിടെയാണോ വെള്ളത്തിനകത്ത് വരുന്നത് അതിൻ്റെ നിയർ ബൈ ആയിട്ടായിരിക്കും ആര് വരുന്നത്, നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷർ വരുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷർ പോയിന്റ്. അത് ഫ്രം ദി ഏതാണ്, ടോപ്പ് സർഫസ് ഓഫ് വാട്ടർ ആണ് എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയൊരു പാരാമീറ്റർ കൂടെ മനസ്സിലായല്ലോ. വാട്ട് ഈസ് എച്ച് സ്റ്റാർ? എച്ച് സ്റ്റാർ എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ എവിടെ നിന്ന് മെഷർ ചെയ്യുന്നത്? ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ടു ദി പോയിന്റ്. അപ്പം എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ദ എൻറ്റയർ ഫോഴ്സ്, നമ്മൾ ഈ ഒരു പ്ലേറ്റിനകത്ത് ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എത്രയോ ഉണ്ട് ഒരു ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി പറയുന്നത് എവിടെ ആക്ട് ചെയ്യുന്നതാണ്? നമ്മുടെ ഈ പറയുന്ന സെൻറ്റർ ഓഫ് പ്രഷറിൽ ആക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി ആദ്യം നമുക്ക് ആ ടോട്ടൽ ഫോഴ്സ് ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. സോ ദ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം ഈ ഒരു ചെറിയ സ്ട്രിപ്പിൽ കൺസിഡർ ചെയ്യാം. സോ ഫോർ ദിസ് സ്ട്രിപ്പ് എഫ് ഈസ് ഈക്വൽ ടു, അത് ചെറിയ സ്ട്രിപ്പ് അല്ലേ, അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഡി എഫ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു എത്ര ഏരിയ, ഡി എ. ഡി എ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഏരിയയാണ് നമ്മൾ ഡി എ ആയിട്ട് എടുക്കുന്നത്, അങ്ങനെ കൺസിഡർ ചെയ്യുക. സോ ഡി എഫ് ഈസ് ഈക്വൽ ടു പി ഡി എ എന്ന് എഴുതി. ഇനി ഡി എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? റോ ജി എച്ച് ഇൻറ്റു ഡി എ എന്ന് എഴുതിക്കൂടെ? ഇനി ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ രണ്ട് സൈഡിനെ അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. സോ എഫ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു ഇൻറ്റഗ്രൽ എച്ച് ഡി എന്ന് കിട്ടും. ഓർ ഈ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് റോ ജി എ എച്ച് ബാർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കാണാതെ അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് ഗിവൺ ബൈ റോ ജി എ എച്ച് ബാർ. ഓക്കെ, വേറെ എച്ച് ബാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോപ്പ് സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഹൈറ്റും ആണ് എന്തെന്ന് പറയുന്നത്, എച്ച് ബാർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലാരിറ്റി കിട്ടും. ഏരിയ എന്ന് പറയുന്ന ആ പ്ലേറ്റിൻ്റെ ഏരിയ, ജി എന്ന് പറയുന്നത് എന്താണ് 9.81, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇനി എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ഏത് ഇക്വേഷൻ ഞാൻ പറഞ്ഞു, സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ ഇക്വേഷൻ ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഇത് അറിഞ്ഞിരിക്കുക, ഫോർമുല അറിഞ്ഞിരിക്കുക. എച്ച് സ്റ്റാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഐ ജി എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഓരോ കോമൺ ഷേപ്സിൻ്റെ ഞാൻ ഇക്വേഷൻ എഴുതി തരാം. ഇപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പണ്ട് മെക്കാനിക്സിൽ പഠിച്ച സാധനം തന്നെയാണ്. എ ഏരിയ ആണ്, എച്ച് ബാർ നമ്മുടെ ഫ്രീ സർഫസിൽ നിന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താണ് പറയുന്നത്? ലോ ആകെ പറയുന്ന പി ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച്, അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് അല്ലേ. അപ്പം ഇത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത് പ്രഷർ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്. നമ്മളൊരു സ്വിമ്മിംഗ് പൂളിലോ ഒരു വാട്ടർ റിസർവോയറിലോ സീയിലോ ലേക്കിലോ എവിടെ നിന്നാലും നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്, ഓർ ഇറ്റ് ലീനിയർലി ഇൻക്രീസസ്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താണ് ഡെപ്ത് ബിലോ ദ ഫ്രീ സർഫസ്. ഇനി ഗ്രേറ്റർ ഡെപ്തിൽ എന്തായിരിക്കും? ഗ്രേറ്റർ പ്രഷർ ആയിരിക്കും. സെയിം ലെവലിൽ എപ്പോഴും എന്തായിരിക്കും? പ്രഷർ വിൽ ബി ദ സെയിം. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വേഷൻ ഈസ് പി ഈക്വൽ ടു റോ ജി എച്ച്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുക. പ്രഷർ ഡിപ്പെൻസ് ഒൺലി ഓൺ എന്തൊക്കെയാണ്? ഡെപ്ത് ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്.
ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡഡ് ഓൺ ഷേപ്പ് ഓഫ് വെസൽ ഏത് ഷേപ്പോ നമ്മുടെ ബോഡി എങ്ങനെ ഇരുന്നാലും എല്ലാ പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഏരിയ കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ഈ പ്രഷർ പി മാറുന്നില്ല. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ്, ഇപ്പോൾ ഒരു ബക്കറ്റിനകത്തുള്ള വെള്ളമാണെങ്കിലും ഒരു സർട്ടൻ ഡെപ്ത് ആണെങ്കിലും അതിന് വിഡ്ത്ത് കൂടി അതൊരു ടാങ്ക് ആയാലും പിന്നെ കുറച്ചും കൂടെ വിഡ്ത്ത് കൂടി അതൊരു സീ വാട്ടർ ആയാലോ ലേക്ക് ആയാലോ ഒന്നും അവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹൈറ്റ് വാട്ടർ കോളം. ഓക്കെ, നൗ എന്താണ് സെൻറ്റർ ഓഫ് പ്രഷർ? നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞു? എസ് സ്റ്റാർ എന്ന് പറഞ്ഞു. ദ പോയിന്റ് ത്രൂ വിച്ച് ദ റിസൾട്ടൻറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക്, അതായത് റിസൾട്ടൻ്റ് ആണിത്. ഇത് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതല്ല, നമുക്ക് എല്ലാ പോയിന്റിലും ഫോഴ്സ് ഓഫ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി എന്താണ്, എല്ലാ ഡയറക്ഷനിലും നമുക്ക് പ്രഷർ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ടൻ്റ് ഓഫ് ദിസ് പ്രഷർ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമ്മളിപ്പോൾ സെൻട്രോയിഡ് പറയുന്ന പോലെ. അപ്പം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ഫോഴ്സിനെ നമുക്ക് എന്താണ് ഈക്വൽ ആക്കാൻ പറ്റും. ഇപ്പം ഡാംസിൻ്റെ ഒക്കെ വാൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് ആയിരിക്കും, ഡാമിൽ ഗേറ്റ്സ് ഉണ്ട്, ഇത് ഓപ്പൺ ചെയ്താണ് വെള്ളം വെളിയിലോട്ട് നമ്മൾ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ ഡാം ഗേറ്റ് വെച്ച് ക്ലോസ് ചെയ്ത് നിന്നു, അതിന് ഇത്രയും വാട്ടർ കോളം പുറത്തുണ്ട്. അപ്പം ഈ ഗേറ്റിനെ നമ്മൾ പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് നമ്മൾ എവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കണം. ഇറ്റ് ഷുഡ് ബി ഓൺ എസ് സ്റ്റാർ. ഇതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്റർ ഓഫ് പ്രഷറിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് വെച്ച് നമ്മൾ തള്ളി പിടിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടറിനെ നമുക്ക് അവിടെ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. ഇത് മാറിക്കഴിഞ്ഞാൽ വാട്ടർ വിൽ ഗോ ഫ്രീലി. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ ലോഗ് ഗേറ്റ്സിൻ്റെ ഒക്കെ ഡിസൈനിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് എസ് സ്റ്റാർ എന്ന് പറയുന്നത്. സിവിൽ കൺസ്ട്രക്ഷൻസിനൊക്കെ ഡാമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എസ് സ്റ്റാറിൻ്റെയും എഫിൻ്റെയും ഒക്കെ ടോട്ടൽ ഫോഴ്സിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഈസ് സെൻറ്റർ ഓഫ് പ്രഷർ ഓൾവേസ് ബിലോ ദ സെൻട്രോയിഡ്? അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു. താഴോട്ട് വരുന്തോറും നമുക്ക് എന്ത് കൂടിക്കൂടി വരും, പ്രഷർ കൂടിക്കൂടി വരും. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ല. അപ്പോൾ അതുകൊണ്ട് ബേസിന് നിയർ ആയിട്ട്, അതായത് നമ്മൾ ഏറ്റവും ഡെപ്തിൽ എവിടെയാണോ ഇരിക്കുന്നത് അതിന് നിയർ ബൈ ആയിട്ടായിരിക്കും ആര് വരുന്നത്, നമ്മുടെ എച്ച് സ്റ്റാർ വരുന്നത്. സോ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്, ലോവർ പോർഷൻസ് റിസീവ്സ് ലാർജർ പ്രഷർ. അതുകൊണ്ടാണ് സെൻറ്റർ ഓഫ് പ്രഷർ ഓൾവേസ് ലൈസ് ബിലോ ദ സെൻട്രോയിഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്താണ്? ലോവർ പോർഷൻസ് റിസീവ് ലാർജർ പ്രഷർ. അതുകൊണ്ട് സെൻറ്റർ ഓഫ് പ്രഷർ എന്തായിരിക്കും? ഓൾവേസ് ലൈസ് ബിലോ സെൻട്രോയിഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എസ് സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്താണ്? എച്ച് സ്റ്റാർ ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് ഐ ജി ബൈ എ എച്ച് ബാർ. ഓക്കെ, ദെൻ ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾ മെക്കാനിക്സിൽ ഓൾറെഡി പഠിച്ച കാര്യമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് തരാം. നമുക്കൊരു റെക്റ്റാങ്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ വിത്ത് ബി വിഡ്ത്തും ഹൈറ്റ് എച്ചും ആണെങ്കിൽ, അല്ലെങ്കിൽ ഡി എ കൊടുക്കാം, ഡി ആയിരിക്കും പഠിച്ചിട്ടുള്ളത്, ബി ഡി ആണ് എന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ബേസ്, സെൻട്രോയിഡ് എപ്പോഴും എക്സ് എവിടെ ആയിരിക്കും, എക്സ് ബാർ എവിടെ വരും? ഡി ബൈ 2 വരും. ഏരിയ എന്താണ്? ബി ഇൻറ്റു ഡി ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡിൽ കൂടെ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐയുടെ ഇക്വേഷൻ എന്താണ്? ബി ഡി ക്യൂ ബൈ 12 ആണ്. എബൌട്ട് ദ ബേസ് എ ബി ആണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ മെക്കാനിക്സിൽ പഠിപ്പിച്ചിട്ടുള്ള അതേ കാര്യമാണ്. എബൌട്ട് ദ ബേസ് എ ബി ആണെങ്കിൽ ബി ഡി ക്യൂ ബൈ 3 ആണ് വരുന്നത്. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഏത് പോയി റെഫർ ചെയ്യുക, മെക്കാനിക്സിൽ റെഫർ ചെയ്ത് നോക്കുക. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. ഇനി അങ്ങോട്ട് പഠിക്കുന്ന ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വളരെ ഫ്രീക്വൻ്റ്ലി ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത്. നമ്മൾ എന്തറിഞ്ഞിരിക്കുക, ഈ അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങളുടെ റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഈ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുക. കുറേ ട്രയാങ്കിൾ ആണെങ്കിലോ വിത്ത് ഹൈറ്റ് എച്ചും ബേസ് ബി ആണെങ്കിൽ എക്സ് ബാർ എവിടെ വരും? എച്ച് ബൈ 3 വരും അല്ലേ? ഇത് യൂണിഫോം അല്ലാത്തതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏകദേശം ബേസിനടുത്തായിട്ടായിരിക്കും നിൽക്കുന്നത്. അതിൻ്റെ ഏരിയ എന്ത് കിട്ടും? ഹാഫ് ബി എച്ചും ഐ വിത്ത് റെസ്പെക്റ്റ് നമുക്ക് ഏതാണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ ബി എച്ച് ക്യൂബ് ബൈ 36ഉം ഐ എബൌട്ട് ബേസ് എ ബി
ഇതൊരു എ ബി ബേസ് ഉണ്ടെങ്കിൽ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? BHQ/12 വരും. ആൻഡ് ഫോർ എ സർക്കിൾ ആണെങ്കിൽ സർക്കിളിന് എപ്പോഴും ഡയമീറ്റർ D/2 ആണെങ്കിൽ ഇവിടെ എവിടെയാണ് വരുന്നത്? ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് അറ്റ് എ ഡെപ്ത് ഓഫ് D/2. സോ എക്സ് ബാർ എപ്പോഴും D/2 ഏരിയ π/4d². I എന്ന് പറയുന്ന വാല്യൂ π/64d⁴. അതിന് ബേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തൊന്നുമില്ല. യൂണിഫോം ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? I ഫോർ എ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫോർ എ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനിൽ ഇറ്റ് ഈസ് πd⁴/64. ഓക്കെ, സീ ദിസ് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് ഈസ് 2 മീറ്റർ വൈഡ് ആൻഡ് 3 മീറ്റർ ഡീപ്പ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക. ഒരു റെക്ടാങ്കുലർ സർഫസ് ഉണ്ട് വിച്ച് ഈസ് 2 മീറ്റർ വൈഡ് ആൻഡ് ഇറ്റ് ഈസ് 3 മീറ്റർ ഡീപ്പ്. ഓക്കെ, ഇറ്റ് ലൈസ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ വാട്ടർ. വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഡിറ്റർമിൻ ദി ടോട്ടൽ പ്രഷർ ആൻഡ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? F ഈസ് ഈക്വൽ ടു ρg(a)h ബാർ ആൻഡ് H സ്റ്റാർ നമ്മൾ കണ്ടുപിടിക്കണം. പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ദ പ്ലെയിൻ സർഫസ് വെൻ ഇറ്റ്സ് അപ്പർ എഡ്ജ് ഈസ് ഹൊറിസോണ്ടൽ. അപ്പർ എഡ്ജ് ഹൊറിസോണ്ടൽ ആണ്, ഇൻക്ലൈൻഡ് ആയിട്ടല്ല ഇതിരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് കോയിൻസൈഡ്സ് വിത്ത് ദ വാട്ടർ സർഫസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ വാട്ടർ സർഫസുമായിട്ട് കോയിൻസൈഡഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും? ഇവിടെ വരും. സെൻറ്റർ ഓഫ് പ്രഷർ ഇവിടെയും വരും. നമുക്കിത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് H ബാർ. ഈ സെൻറ്റർ ഓഫ് പ്രഷർ വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? H സ്റ്റാർ. ഓക്കെ, സോ എഫിൻ്റെ ഇക്വേഷൻ എന്താണ്? ρg(a)h ബാർ. അപ്പോൾ F ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ അറിയാം? 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ എത്രയാണ്? 2 ഇൻറ്റു 3 ഇൻറ്റു H ബാർ എത്ര വരും? നമുക്കിത് ടോട്ടൽ 3 അല്ലേ? അപ്പം H ബാർ വിൽ ബി 1.5 മീറ്റർ. സോ 1.5. സോ ദ ആൻസർ വിൽ ബി, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആൻസർ നമുക്ക് 88,290 ന്യൂട്ടൺ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി H സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്താണ്? Ig/AH ബാർ പ്ലസ് H ബാർ. അപ്പോൾ IG ഞാനിപ്പോൾ പറഞ്ഞു, IG ഫോർ എ റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? BDQ/12 ആണ്. സോ ദിസ് വിൽ ബി 2 ഇൻറ്റു 3Q/12. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് H ബാറിൻ്റെ വാല്യൂ 4.5 m⁴ എന്ന് കിട്ടും. സോ H സ്റ്റാർ എങ്ങനെ കണ്ടുപിടിക്കും? 4.5 Ig/A എത്ര? ഏരിയ 2 ഇൻറ്റു 3 6 ഇൻറ്റു H ബാർ എത്രയാണ് വന്നത്? H ബാർ 1.5 അല്ലേ? സോ 1.5 പ്ലസ് 1.5. സോ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് H സ്റ്റാർ എത്ര കിട്ടും? വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 മീറ്റർ. ക്ലിയർ ആണോ? അപ്പോൾ ഫസ്റ്റ് എ പാർട്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആയി കാണും. കോയിൻസൈഡ്സ് വിത്ത് ദ വാട്ടർ സർഫസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2.5 മീറ്റർ ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. അതായത് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഉണ്ട്. നമ്മുടെ റെക്റ്റാങ്കിൾ ഇരിക്കുന്നത് ഈസ് ഒരു 2.5 മീറ്റർ. ഒരു 2.5 മീറ്റർ താഴെയാണ് നമ്മുടെ ഈ പറയുന്ന 2 മീറ്റർ വൈഡും 3 മീറ്റർ ഡീപ്പും ആയിട്ടുള്ള ഈ റെക്റ്റാങ്കിൾ പീസ് ഇരിക്കുന്നത്. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ρg(a)h ബാർ. അപ്പോൾ റോ എത്ര തന്നെയാണ്? 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ എത്ര? 2 ഇൻറ്റു 3 തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് H ബാർ, നേരത്തെ H ബാർ ഇവിടെയല്ലേ നമുക്കിപ്പോഴും വരുന്നത്, അത് 1.5 തന്നെ. ബട്ട് H ബാർ എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്? 1.5 പ്ലസ് ഒരു 2.5. H ബാർ എത്ര വരും? 4 മീറ്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. H ബാർ എലോൺ ചേഞ്ചസ് ആൻഡ് ഇറ്റ് വിൽ ബി 4 മീറ്റർ ഹിയർ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ 2,35,440 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി H സ്റ്റാർ എങ്ങനെ കണ്ടുപിടിക്കും? Ig/AH ബാർ പ്ലസ് H ബാർ. Igക്ക് വാല്യൂ മാറ്റമൊന്നുമില്ല, 4.5 തന്നെയാണ്. ഡിവൈഡ് ബൈ 6 ഇൻറ്റു H ബാർ എത്ര കിട്ടും നമുക്ക്? H ബാർ വിൽ ബി 4 പ്ലസ് 4 എന്ന് കിട്ടും. സോ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 4.1875 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ,
ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ അടുത്ത പ്രോബ്ലം നോക്കുക. സോ ഇൻ ദിസ് പ്രോബ്ലം എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമിൻ ദ ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. Plate of base 4 meter and altitude 4 meter. When it is immersed vertically in an oil of specific gravity 0.9, the base of the plate coincides with the free surface of oil. അപ്പോൾ വാട്ടറിന് പകരം ഒരു ഓയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? F is equal to rho g a h bar അല്ലേ? അപ്പോൾ ഡെൻസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. S ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 900 എന്ന് കിട്ടും ഡെൻസിറ്റി. ദെൻ ഏരിയ ഓഫ് നമ്മുടെ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ഹാഫ് ഓഫ് ബി എത്രയാണ്? 4 ഇൻറ്റു 4. സോ ഇറ്റ് ഈസ് 8 മീറ്റർ സ്ക്വയർ. നൗ എച്ച് ബാർ എന്ത് വരും? എച്ച് ബാർ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, h/3 അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഫ്രം ദ ഫ്രീ സർഫസ്, ഇതിപ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഈസിയാണ്. ഡയറക്റ്റ്ലി നമുക്ക് 4/3 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 1.33 മീറ്ററിലാണ് എച്ച് ബാറും വരുന്നത്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ആയി, ഗ്രാവിറ്റി ആയി, എ ആയി, എച്ച് ബാർ ആയി. അപ്പോൾ എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഈസ് ഈക്വൽ ടു 900 ഇൻറ്റു 9.81 ഇൻറ്റു 8 ഇൻറ്റു 1.33 അല്ലേ? അപ്പോൾ ആൻസർ നമുക്ക് 9597.6 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി സെൻറ്റർ ഓഫ് പ്രഷർ എസ് സ്റ്റാർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? IG/AH⁻+H⁻, അല്ലേ? IG-യുടെ ഇക്വേഷൻ എന്താണ്? BH³/36. ബേസ് എത്രയാണ്? 4 ഇൻറ്റു 4³/36. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ IG വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് 7.11 മീറ്റർ റേസ് ടു 4. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഈ വാല്യൂസ് ഒക്കെയാണോ വരുന്നതെന്ന്. അപ്പോൾ എസ് സ്റ്റാർ എങ്ങനെ കിട്ടും? നമുക്ക് 7.11 ഡിവൈഡഡ് ബൈ ഏരിയ 8 എന്നറിയാം, ഇൻറ്റു എച്ച് ബാർ എത്രയാണ്? 1.33 പ്ലസ് 1.33. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നിയർലി എച്ച് സ്റ്റാർ 1.99 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ പല കൈൻഡ് ഓഫ് ഫിഗേഴ്സ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? എഫും എച്ച് സ്റ്റാറും കണ്ടുപിടിക്കാം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഫോർ എ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കണ്ടു? വെർട്ടിക്കൽ സർഫസ് കണ്ടു. വെർട്ടിക്കലായിട്ടിരിക്കുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ വ്യത്യാസമാണ്? എഫും വ്യത്യാസമാണ്. എഫിൻ്റെ ഇക്വേഷൻ റോ ജി എച്ച് ബാറും, അത് ഡെപ്തിനനുസരിച്ച് നമുക്ക് എന്ത് വ്യത്യാസം വരും? ഈ പറയുന്ന പ്രഷറിന്, അതായത് ബോഡിയുടെ ലെങ്തിനനുസരിച്ച് എത്രയാണോ ബോഡിക്ക് ലെങ്ത് വരുന്നത് അല്ലെങ്കിൽ ഹൈറ്റ് വരുന്നത്, അതിനനുസരിച്ച് ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സും എച്ച് സ്റ്റാറും ഒക്കെ മാറും. വാട്ട് അബൌട്ട് എ ഹൊറിസോണ്ടലി കെപ്റ്റ് സർഫസ്? ഹൊറിസോണ്ടൽ കെപ്റ്റ് സർഫസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു ലൈനിൽ വാട്ടർ കോളം ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? യൂണിഫോം പ്രഷർ ആയിരിക്കില്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പിയും ജിയും എല്ലാം ഒരു ലൈനിലല്ലേ വരുന്നത്, ഇവിടെ ഹൈറ്റ് മാറുന്നില്ല. സോ അതുകൊണ്ട് പ്രഷർ യൂണിഫോം ആയതുകൊണ്ട് ജിയും പിയും എല്ലാം ഒരു ലൈനിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. സോ ഹൊറിസോണ്ടൽ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നുമില്ല, ഒരു കണ്ടീഷൻ മാത്രം അറിഞ്ഞിരിക്കുക. സെൻറ്റർ ഓഫ് പ്രഷർ ഈക്വൽ ടു എന്താണ്? പി ഈക്വൽ ടു ജി ആണ്. ഈ രണ്ട് പോയിന്റും ഒരു പോയിന്റിൽ തന്നെ വരും, അല്ലെങ്കിൽ എച്ച് സ്റ്റാറും എച്ച് ബാറും സെയിം ആണ് ഫോർ ആൻ എന്ത്? ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്. ഓക്കെ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൻ്റെ എന്താണ് നമുക്ക് പറയാം? ഇത് രണ്ടും സെയിം ആണ്. സോ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് പ്രഷറും ഒരു ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ജോമെട്രിക്കൽ സെൻറ്ററിൽ വരും. ഇത് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ആക്ഷൻ ഓഫ് എന്താണ്? ഈ ഓൾ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഈ സെൻട്രോയിഡ് അതിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഷേപ്പ് മാത്രമല്ല, എന്തും കൂടെ അതിനൊരു ഫാക്ടറാണ്, ഡെപ്തും ഫാക്ടറാണ്. ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്ലൂയിഡ്. ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ഫ്ലൂയിഡിൻ്റെ പ്രഷറാണ്. ഫ്ലൂയിഡ് ഡെൻസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് ഫിക്സ്ഡ് ആൻഡ് ദിസ് വിൽ വേരി വിത്ത് റെസ്പെക്ട് ടു ദ ഡെപ്ത്. ഓക്കെ, ഇനി
അപ്പം ഇതുപോലൊരു ഫിഗറാണ് അതിൽ വരുന്നത്. പിയും ജിയും ഒക്കെ ഒരു പോയിന്റിലായിരിക്കും വരുന്നത്. എച്ച് ബാറും എച്ച് സ്റ്റാറും ഒക്കെ നമുക്ക് ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് വിൽ സ്റ്റഡി അബൌട്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്. അതായത് ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന് എന്തായിരിക്കും ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്? കണ്ടോ, ഫിഗർ വരുമ്പോൾ നമുക്കൊരു ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ആ ഒരു ഷേപ്പ് വരുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ സർഫസ് എങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലിന് ഇരിക്കുന്നതിന് പകരം വെർട്ടിക്കലും അല്ലാണ്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും അതിരിക്കുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇങ്ങനെയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്, ഈ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും കാണുന്നത്. ആൻഡ് ദിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നൗ ഇതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ, ഈ ടോപ്പ് വ്യൂ ഇങ്ങനെ കാണുമ്പോൾ ഇതെന്താണ്? ഒരു ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലേ? അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ദിസ് വിൽ ലുക്സ് ലൈക്ക് ദിസ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ശരിക്കും. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് അതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വ്യൂവിലാണ് നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ലെങ്തും ഡെപ്തും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിലും നമുക്ക് ജി അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരും, പി കുറച്ചും കൂടെ താഴെയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ജി വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എച്ച് ബാർ എന്നും ഇവിടെ ഈ പി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എച്ച് സ്റ്റാർ എന്നും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ഇവിടെ ഈ ഡിസ്റ്റൻസിനെ വൈ അതായത് ഈ പ്ലെയിൻ ഡിസ്റ്റൻസിനെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വൈ ബാർ എന്നും നമ്മുടെ പി വരെയുള്ള പോയിന്റിനെ നമുക്ക് വൈ സ്റ്റാർ എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ എഫും എച്ചും മോഡിഫൈ ആവുന്നതെന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്കിപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നേരത്തെ നമ്മുടെ ഒരു സ്ട്രിപ്പിൻ്റെ കേസ് പറഞ്ഞ പോലെ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ആ സ്മോൾ ഏരിയ ഡി എഫ് ആണെങ്കിൽ അല്ലേ. ഇനി ഇതിന് നമുക്ക് ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. എഫ് ഈസ് ഈക്വൽ ടു പി ഡി എ, ഇൻ്റഗ്രൽ പി ഡി എ, ഓർ എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ജി എച്ച് ഇൻറ്റു ഡി എ. നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ നമുക്ക് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും? കണ്ടോ, ഇപ്പോൾ ഈ എച്ച് ബൈ വൈ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കാം. ഇവിടെ നമുക്ക് എച്ച് ബൈ വൈ എന്ന് പറയുന്നത് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ്? എച്ച് ബാർ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. സിമിലർ ട്രയാങ്കിൾ വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇത് തീറ്റ ആംഗിൾ അല്ലേ, ഇത് എച്ച് അല്ലേ, ദിസ് ഈസ് വൈ. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എച്ച് ബൈ വൈ ഓർ വൈ സൈൻ തീറ്റ ഈക്വൽ ടു എച്ച് എന്ന് നമുക്ക് എഴുതാം. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് എച്ച് വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ജി വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ, ഓർ എഫ് ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി എ. So this is nothing but rho g sin theta into y bar a. ഇനി y bar sin തീറ്റനെ നമുക്ക് തിരിച്ച് വീണ്ടും h ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ എന്ന് തന്നെ കിട്ടും. സോ ദ ഇക്വേഷൻ ഡസൻ ഹാവ് എനി ചേഞ്ച്. അതായത് ഇൻക്ലൈൻഡ് ആണെങ്കിലും നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആണെങ്കിലും ഹൊറിസോണ്ടൽ ആണെങ്കിലും എല്ലാത്തിനും എഫിൻ്റെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? റോ ജി എ എച്ച് ബാർ തന്നെയാണ്. ആൻഡ് എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷനിൽ എന്ത് വരും? ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാറിന് പകരം ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റയും കൂടെ ആ സ്ലോപ്പിന് പകരം വരുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ഫോർ ഏതാണ്? നമ്മുടെ ഇൻക്ലൈൻഡ് സർഫസ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൻ്റെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ സീ ദിസ് question.
ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ സർഫസ് ഉണ്ട് 2 meter wide and 3 meter deep. Lies in water such a way that it planes makes an angle 30 degree. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈഡ് വ്യൂ നോക്കുമ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് ഉണ്ട്. സോ ഈ പ്ലേറ്റിൻ്റെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ. അപ്പർ എഡ്ജ് എത്രയാണ്? 1.5. ദിസ് ഡിസ്റ്റൻസ് ഈസ് 1.5 meter. ഓക്കെ, അതായത് അപ്പർ എഡ്ജ് ഈസ് ലൈയിങ് 1.5 meters ബോട്ടം ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ 3 meter ഡീപ്പാണ്, 2 meter വൈഡും ഉണ്ട്. അത് രണ്ട് നമുക്കതിൽ കാണിക്കാം. ഓക്കെ, സോ ഈ ഫിഗറിൽ നമുക്കിത് 3 meter ആണ്. ഓക്കെ, അതിൻ്റെ ലെങ്ത്. ഇനി ഇതിൻ്റെ ജി വരുന്ന എത്രയിലായിരിക്കും? കറക്റ്റ് 1.5 മീറ്ററിലാണ്. ഇത്രയും ഡിസ്റ്റൻസ് എന്ത് വരും? 1.5. സോ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എച്ച് ബാർ. ഇവിടെയാണ് നമ്മുടെ പി വരുന്നത്. സോ ദിസ് ഈസ് അവർ എച്ച് സ്റ്റാർ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ വേണ്ടത് ഏതാണ്? വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച് ബാർ. എച്ച് സ്റ്റാർ നമുക്ക് ഇവിടെ നിന്ന് വേണ്ട. ഈ എച്ച് ബാർ എത്ര ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് അറിയണം. നമുക്ക് ആകെ അറിയാവുന്നത് ഏതാണ്? ഈ ഡിസ്റ്റൻസ് 1.5 ആണെന്ന് അറിയാം. ഏത് ഡിസ്റ്റൻസ്? ഇത്രയും ഡിസ്റ്റൻസ്. ഞാൻ നിങ്ങൾക്കത് വലുതായിട്ട് കാണിച്ചു തരാം. സോ വി നോ ദിസ് ഡിസ്റ്റൻസ്. ഈ പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ് 1.5 ആണെന്ന് അറിയാം. ഓക്കെ, നമുക്ക് വേണ്ടത് ഏതാണ്? ഇത്രയും ഡിസ്റ്റൻസും കൂടെ നമുക്ക് വേണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയും ആംഗിൾ തീറ്റ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. സോ എച്ച് ബാർ എന്ന് പറയുന്നതിന് നമുക്ക് രണ്ടായിട്ട് എഴുതാം. എച്ച് ബാർ എന്ന് പറയുന്നത് എ ബി സി ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ടോട്ടൽ എച്ച് ബാർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു എ സി ഡിസ്റ്റൻസ് വിച്ച് ഈസ് നത്തിങ് ബട്ട് എ ബി പ്ലസ് എന്താണ്? ബി സി ആയിട്ട് എഴുതാം. ഇത് സിമിലർ സ്റ്റെപ്പാണ്. ഏത് ഇൻക്ലൈൻഡ് ആണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുന്ന ബി സി ഈ ഒരു പ്രൊസീജിയറാണ്. സോ എ ബി എന്ന് പറയുന്ന 1.5 ആണ്. പ്ലസ് നമുക്ക് ബി സി എത്രയാണെന്ന് അറിയണം. ബി സി കണ്ടുപിടിക്കാൻ വാട്ട് ഈ സൈൻ തീറ്റ ഫ്രം ദിസ് ഫിഗർ? ഓപ്പോസിറ്റ് സൈഡ് ബി സി ഡിവൈഡഡ് ബൈ സി ഡി, ഈ സൈഡ് അല്ലേ? ഇത് ഇത്രയും 1.5 ആണെന്ന് നമുക്കറിയാമല്ലോ. സോ ബി സി ബൈ 1.5. സോ ദിസ് ബി സി ക്യാൻ ബി റിട്ടൺ ആസ് 1.5 സൈൻ തീറ്റ. ക്വസ്റ്റ്യനിൽ നമുക്ക് തീറ്റ എത്ര എന്ന് പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ തീറ്റ ഈസ് ഗിവൺ ആസ് 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് എച്ച് ബാറിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? 1.5 പ്ലസ് 1.5 സൈൻ തീറ്റ. സൈൻ തീറ്റ ഈസ് ഹാഫ്. സോ നമുക്ക് 2.25 എന്ന് കിട്ടും മീറ്റർ. അപ്പം 2.25 ആണ് നമ്മുടെ എന്ത്? എച്ച് ബാർ എന്ന് പറയുന്നത്. ഇനി എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇക്വേഷൻ റോ ജി എ എച്ച് ബാർ. റോ എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ എത്രയാണ്? 2 ഇൻറ്റു 3 6 ഇൻറ്റു എച്ച് ബാർ എത്ര കിട്ടി നമുക്ക്? 2.25 കിട്ടി. സോ സോൾവ് ചെയ്യുമ്പം എഫിൻ്റെ വാല്യൂ നമുക്ക് 132435 ന്യൂട്ടൺസ് എന്ന് കിട്ടും അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്തിൻ്റെ വാല്യൂ വേണം? എച്ച് സ്റ്റാറിൻ്റെ വാല്യൂ, സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഐ ജി ഇൻറ്റു ഒരു സൈൻ സ്ക്വയർ തീറ്റ അഡീഷണൽ വരും ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഐ ജിയുടെ വാല്യൂ നമ്മളിവിടെ എങ്ങനെ കണ്ടുപിടിക്കും? ദിസ് ഈസ് ഓൾസോ ഏതാണ്? നമ്മുടെ ഒരു റെക്റ്റാങ്കുലർ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? ബി ഡി ക്യൂ ബൈ 12. അപ്പോൾ എന്ത് കിട്ടും? ബേസ് 2 ആണ്, ഡെപ്ത് 3 ആണ്, ഡിവൈഡഡ് ബൈ 12 വിച്ച് ഈസ് 4.5 മീറ്റർ റേസ് ടു 4 അല്ലേ? 4.5 മീറ്റർ റേസ് ടു 4. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ ഏരിയ ഈസ് 6 ഇൻറ്റു എച്ച് ബാർ ഈസ് 2.25 പ്ലസ് 2.25. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.33 എന്ന് കിട്ടും മീറ്റർ. അതാണ് എച്ച് സ്റ്റാറിൻ്റെ വാല്യൂ. സിമ്പിൾ അല്ലേ? അതായത് ഇൻക്ലൈൻഡ് ആണെങ്കിലും ജസ്റ്റ് ഈ ഒരു മെത്തേഡിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസി ടു സോൾവ് ആണ്. നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഫോർത്ത് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
A rectangular plane surface 3 meter wide and 4 meter deep lies in water in such a way that it makes an angle of 30 degree with the water when the upper edge is 2 meter. അതായത് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, അപ്പോൾ ഈ പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ 3 meter wide and 4 meter deep. Okay. So this is 4 meter and this is 3 meter. It makes an angle 30 degree. Determine the total pressure force. Force in the equation എന്താണ്? Rho G H bar. H bar എവിടെ വരും? ഇത്രയും ഡെപ്തിൽ. ഓക്കെ. സോ ഈ ഹൈറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു? ദിസ് ഈസ് 2 മീറ്റർ. സോ ഇവിടെ ഈ എച്ച് ബാർ എന്ന് പറയുന്നത് ടോട്ടൽ എ ബി സി. എച്ച് ബാർ ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി. എ ബി എന്ന് പറയുന്നത് എത്രയാണ് ഡിസ്റ്റൻസ്? എ ബി ഈസ് 2 ഇറ്റ് സെൽഫ്. ഇത് എത്രയല്ലേ? അപ്പോൾ 2 പ്ലസ് നേരത്തെ അതേ ഇക്വേഷൻ സെയിം 30 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോട്ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ 2 sin 30 എന്ന് കിട്ടും. സോ ദിസ് വിൽ ഗീവ് ഹാഫ് ആണ്. sin 30 ഹാഫ് അല്ലേ, അപ്പം അത് 1 എന്ന് കിട്ടും. സോ 2 + 1 3 മീറ്റർ എന്ന് കിട്ടും. സോ 3 മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി വാട്ടർ അല്ലേ, 1000 ഇൻറ്റു 9.81 ഇൻറ്റു 3 ഇൻറ്റു ദിസ് ഇസ് 4 ഇൻറ്റു 3. സോ ദ ആൻസർ ഈസ് 353.16 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി എസ് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എങ്ങനെയാണ്? ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഐ ജി എത്രയാണ്? 16 ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡ് ബൈ ഏരിയ 2 ഇൻറ്റു 3 ഇൻറ്റു 4 12 ഇൻറ്റു എച്ച് ബാർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 3 പ്ലസ് 3. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3.11 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പം കർവ്ഡ് സർഫസ് ഇതുപോലെ വരുവാണെങ്കിൽ 2 രീതിയിൽ നമുക്ക് കർവ്ഡ് സർഫസ് വരാം. ഒന്ന്, ഈ കർവ്ഡ് സർഫസിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവാം. രണ്ടാമത്, ഇതുപോലെ കർവ്ഡ് സർഫസിൻ്റെ അതായത് കർവിൻ്റെ വെളിയിലായിട്ടും നമുക്ക് വെള്ളം വരാം. അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് കർവ്ഡ് സർഫസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ഓഫ് സ്മോൾ ഏരിയാസ് ആർ നോട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവിടെ നമുക്കിപ്പോൾ ഒരു വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ആയിരുന്ന സമയത്ത് ഈ ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് എന്തായിരുന്നു? ഒരേ ഡയറക്ഷനിലായിരുന്നു. ഇതിപ്പം നമ്മൾ കേർവ്ഡ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് ഒന്നും എന്തല്ല, ഒരു സിംഗിൾ ഡയറക്ഷനിലല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇവിടെ ഒരു സൊല്യൂഷൻ അല്ല. നമ്മൾ നേരത്തെ എഫ് ഈസ് ഈക്വൽ ടു സ്മോൾ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അതുപോലെ ഇവിടെ പോസിബിൾ അല്ല. പകരം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉള്ള ഒരു കേർവ്ഡ് ഫോഴ്സിനെ നമുക്ക് 2 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എഫ് ടോട്ടൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഫോഴ്സ് എഫിനെ 2 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഫ് എക്സും എഫ് ഐയും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് എഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഐ കണ്ടുപിടിക്കുക. ദെൻ ടോട്ടൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രോബ്ലം വെച്ച് സോൾവ് ചെയ്യാം. കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നതെന്ന്. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കർവ്ഡ് സർഫസ് എ ബി which is in the form of a quadrant of a circle of radius 2 meter. Take width of the gate as unity. അതായത് ഇത് കേർവ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു നമ്മുടെ ഇപ്പോൾ ഒരു സർക്കിൾ പോലെ ഇരിക്കുന്ന ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല. ഇതൊരു പാരബോളിക് ആയിട്ട് ഒരു വലിയൊരു ലെങ്തിലുള്ള ഒരു സാധനമാണ്. പക്ഷേ സൈഡ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഗേറ്റ്സ് എങ്ങനെ, ഇപ്പോൾ സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനൊരു ലെങ്ത് ഉണ്ട്, മനസ്സിലായോ? ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഫുൾ ലെങ്തിന് പോകുന്നു. പക്ഷേ അതിൻ്റെ എൻഡ് വന്നിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നേ ഉള്ളൊരു
കേർവ്ഡ് ഷേപ്പിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എത്ര ലെങ്ത് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് എടുക്കാനാണ്, വിഡ്ത്ത് ഓഫ് ദി ഗേറ്റ് ആസ് യൂണിറ്റി ആയിട്ട് എടുക്കാൻ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് നമുക്ക് രണ്ടിൻ്റെ ഇക്വേഷൻ അറിയണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് എക്സും എഫ് ഐ കോമ്പോണൻറ്റും ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എഫ് എക്സ്, എന്താണ് എഫ് ഐ എന്ന് മനസ്സിലാക്കുക. എഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ്, ഈ കേർവ്ഡ് സർഫസിൻ്റെ ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മുടെ സെയിം ഇക്വേഷനാണ് റോ ജി എ എച്ച് ബാർ. അതായത് ഈ ഹൊറിസോണ്ടൽ സർഫസ് ഇപ്പോൾ ഈ ഫിഗറിൽ എ ബി ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ എ ബിയിലെ അത്രയും ഡിസ്റ്റൻസ്, അത്രയും ഹൈറ്റിന് എക്സാക്റ്റ് ആവുന്നത്, അതായത് ഈ ഒ ബി ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്താണ് ഒരു പ്ലേറ്റ് ആയിട്ട് എടുക്കാൻ, അതിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് എഫ് എക്സ് എന്ന് പറയുന്നത്. സെയിം ഇക്വേഷൻ നമ്മൾ ഏത് കണ്ടുപിടിച്ചതുപോലെ മറ്റേതിലെല്ലാം ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ച അതേ കണ്ടീഷൻ. എഫ് ഐ എന്ന് പറയുന്നത് ഒന്നുമല്ല, വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ ദി കേർവ്ഡ് സർഫസ് അപ് ടു ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ് ടു എവിടം വരെ എടുക്കണം? ഫ്രീ സർഫസ് വരെ എടുക്കുന്നു. നമ്മൾ കേർവ്ഡ് എന്ന് പറഞ്ഞ് ഇത്രയും ഏരിയയിലെ വെയിറ്റ് ഓഫ് വാട്ടർ മാത്രം എടുത്താൽ പോരാ, എവിടം വരെ എടുക്കണം? ആ ഇതിലുള്ള എൻറ്റയർ വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്ത് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, എഫ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എക്സും എഫ് ഐയും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ഈ പ്രോബ്ലത്തിൽ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയും കൂടെ ക്ലാരിറ്റി കിട്ടും. പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ? എഫ് എക്സ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, റോ ജി എ എച്ച് ബാർ. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഈ ഒ ബി സെക്ഷനിൽ മാത്രമാണ്. ഒ ബിയിലുള്ള ഇത്രയും മാത്രം നമ്മൾ എടുത്താൽ മതി ഹൊറിസോണ്ടൽ ഫോഴ്സ്. അതാണ് ഈ എഫ് എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ പ്രൊജക്ഷനിൽ കിട്ടുന്ന എഫ് എക്സ് എന്തായിരിക്കും? 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ എത്ര വരുമെന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഇതിൻ്റെ ഏത് ഏരിയ എടുക്കണമെന്ന് മനസ്സിലാക്കണം. ഏരിയ നമ്മൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞു പ്രൊജക്റ്റഡ് ഓൺ ടു ദി സർഫസ് ഒ ബി ആണ്. ഒ ബി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒ ബിയുടെ ലെങ്ത് എത്രയാണ്? ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഒ ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒ ബി ഇൻറ്റു അതിൻ്റെ ലെങ്ത്, ഈ ലെങ്ത് യൂണിറ്റി ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നത് കൊണ്ട് ഏരിയ ഓഫ് ഒ ബി എന്ന് പറയുന്നത് 2 മീറ്റർ അല്ലേ ലെങ്ത് ഉള്ളത്. 2 ഇൻറ്റു 1 ഇൻറ്റു എച്ച് ബാർ. എച്ച് ബാർ എവിടെയായിട്ടായിരിക്കും വരുന്നത്? എച്ച് ബാർ എന്ന് പറയുന്നത് ഒ ബി ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് എടുക്കുക. റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഹാഫിലല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ തൊട്ട് ഏത് വരെ? ഇതിൻ്റെ പകുതി വരെ. അപ്പോൾ ഫ്രീ സർഫസ് എത്രയാണ്? 1.5 പ്ലസ് 1 ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 2 ഇൻറ്റു 2.5. ആൻസർ നമുക്ക് 49,050 ന്യൂട്ടൺ. അതായത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എച്ച് സ്റ്റാറും കൂടെ കണ്ടുപിടിക്കണം. എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതിപ്പം വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഐ ജി എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് എന്ന് പറയുന്നത് ഐ ജി ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. 2 ഇൻറ്റു ബി, വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് യൂണിറ്റി അല്ല, ഇൻറ്റു 2Q ബൈ 12 വിച്ച് ഈസ് ഈക്വൽ ടു 2/3 മീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ 2/3 ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്? 2 ഇൻറ്റു എച്ച് ബാർ എവിടെ വന്നു? 2.5 പ്ലസ് 2.5. സോ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ നമുക്കത് 2.633 മീറ്റർ എന്ന് കിട്ടും. ഫ്രം ദ ഫ്രീ സർഫസ് എന്ന് കിട്ടും. ഇതാണ് എച്ച് സ്റ്റാറിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ച് സ്റ്റാർ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് എഫ് ഐ ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് അപ് ടു ദി ഏതാണ്? ഫ്രീ സർഫസ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ ഏതൊക്കെയാണ്? നമുക്ക് ഒ ബി എ ഡി സി ഒ അങ്ങനെ വരാം. അതായത് ഇപ്പോൾ ആ എൻറ്റയർ പോർഷൻ വന്നു. അതെങ്ങനെയൊക്കെയാണ് വരുന്നത്? ഒരു വെയിറ്റ് ഓഫ് വാട്ടറിൻ്റെ രണ്ട് ഇതായിട്ടാണ് വരുന്നത്. ഒന്ന് പോർഷൻ ഏതാണ്? വെയിറ്റ് ഓഫ് ഡി എ ഒ സി, അതായത് ഇത്രയും ഏരിയ, പ്ലസ് എന്താണ്? വെയിറ്റ് ഓഫ് എ ഒ ബി. രണ്ട് സെക്ഷനായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തെടുക്കാം. അതാണ് എളുപ്പം. അപ്പോൾ ഡി എ ഒ സി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? വെയിറ്റ് ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു
ഗ്രാവിറ്റി ഓർ വെയിറ്റ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി കോമൺ എടുത്തു കഴിഞ്ഞാൽ വോളിയം ഓഫ് ഏത് കിട്ടും, ഡി എ ഒ സി പ്ലസ് വോളിയം ഓഫ് എ ഒ ബി. ഇതാണ് ടോട്ടൽ എന്നു പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം എഫ് വൈ എങ്ങനെ എഴുതാം, റോ ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ഈ ഒരു റെക്റ്റാങ്കിൾ അല്ലേ, ഡി എ ഒ സി പ്ലസ് വോളിയം ഓഫ് ഒരു ക്വാർട്ടർ സർക്കിൾ അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു വിഡ്ത്ത് എല്ലാം യൂണിറ്റി അല്ലേ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് കിട്ടും, 1.5 ഇൻറ്റു വിഡ്ത്ത് എത്രയാണ് വരുന്നത്, ഇത് ഡെപ്ത്ത് അല്ലേ, ഇത് വിഡ്ത്തും ഇത് റേഡിയസ് ഇതാണെങ്കിൽ 2 അല്ലേ റേഡിയസ്, അപ്പോൾ ഇവിടെയും 2 അല്ലേ വരുന്നത്. സോ 1.5 ഇൻറ്റു 2 ഇൻറ്റു യൂണിറ്റ് വിഡ്ത്ത് അല്ലേ, അപ്പോൾ 1, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ തീർന്നു. പ്ലസ് ഈ ക്വാർട്ടർ സർക്കിളിൻ്റെ എത്രയാണ് വരുന്നത്, പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 2 സ്ക്വയർ ബൈ 4 ഇൻറ്റു 1. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഐയുടെ വാല്യൂ 60,2491 എന്ന് കിട്ടും. സോ ദിസ് ഈസ് എഫ് ഐ വാല്യൂ. സോ ഇനി എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഐ സ്ക്വയർ. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അത് ചോദിച്ചിട്ടില്ല, നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. അപ്പോൾ അത് ചോദിച്ചിരുന്നെങ്കിൽ അത് നമുക്കിപ്പോൾ അറിയാം, അത് ആക്ട് ചെയ്യുന്ന പൊസിഷനാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന എച്ച് സ്റ്റാർ. അപ്പോൾ അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കേർവ്ഡ് സർഫസിൽ വരുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അതായത് 2 രീതിയിൽ ചെയ്യണം, എഫ് എക്സ് കണ്ടുപിടിക്കണം, എഫ് ഐ കണ്ടുപിടിക്കണം. ദെൻ എഫ് എക്സിൻ്റെ ഇക്വേഷൻ ആ റെക്റ്റാങ്കിൾ പ്രൊജക്ഷനിലായതുകൊണ്ട് സെയിം റോജി എച്ച് ബാർ. എഫ് ഐ എന്ന് പറയുന്നത് ഇത് ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാമിന് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഒരു കേർവ്ഡ് സർഫസിലാണെങ്കിൽ വാട്ട് ഈസ് എഫ് ഐ എന്ന് ചോദിക്കുക. അപ്പോൾ മനസ്സിലാക്കുക എന്താണ്, വാട്ടർ വെയിറ്റ് ഓഫ് വാട്ടർ ക്യാരിഡ് ബൈ ദി കേർവ്ഡ് സർഫസ് അപ് ടു എവിടം വരെ നമ്മൾ എടുക്കണം, ഫ്രീ സർഫസ് വരെ എടുക്കുന്നതാണ് നമ്മുടെ എഫ് ഐ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ ടോപ്പിക്കാണ്, സ്റ്റാറ്റിക്സിൽ വരുന്ന ടോപ്പിക് തന്നെയാണ് ബോയൻസി എന്ന് പറയുന്നത്. സോ വിൽ സീ അബൌട്ട് ബോയൻസി. അപ്പോൾ ബോയൻസി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ഫ്ലൂയിഡ് ടു എക്സേർട്ട് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ എ ബോഡി ഇമ്മേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ ഇറ്റ്. അതായത് നമ്മൾ വിചാരിക്കും ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് പൊങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സിന് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല, ഏതൊരു ഒബ്ജക്റ്റിനാണെങ്കിലും എന്തുണ്ടാവും, ഒരു ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് സബ്മേർജ്ഡ് ഓർ ഫുള്ളി ഫ്ലോട്ടഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫുള്ളി സബ്മേർജ്ഡ് ആണെങ്കിലും അവിടെ ഒരു എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോയൻസി ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് ബോയൻസി ഫോഴ്സ്. ആ ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈസ് ഓൾസോ ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ എടുത്ത് ഡൈവ് ചെയ്തു, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഒരാളെ പൊക്കി എടുക്കണമെങ്കിൽ എയറിൽ എടുക്കുന്ന അത്രയും വെയിറ്റ് വേണ്ട. അതായത് ഒരാൾ ഫ്ലാറ്റ് ആയിട്ട് ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഒരു ഇതിന് ഒരു 10 കിലോ ഒരു വലിയ സ്റ്റോൺ എടുത്ത് നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇട്ടു. ഈ 10 കിലോ സ്റ്റോൺ നമുക്ക് 10 കിലോയുടെ വെയിറ്റ് എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ എയറിൽ വെച്ചെടുക്കുമ്പോൾ അതിനൊരു 10 കിലോ ഉണ്ടെങ്കിൽ നമ്മൾ അതേ വെയിറ്റ് ഒരു വെള്ളത്തിനടിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വെയിറ്റ് ഫീൽ ചെയ്യൂല. അതിൻ്റെ റീസൺ എന്താണ്, ബിക്കോസ് സം ഫോഴ്സ്, അതിൻ്റെ സം പൊക്കി നിർത്താനുള്ള ഫോഴ്സ് ആര് തരുന്നു, ഈ വാട്ടറിൽ നിന്നുള്ള പ്രഷർ കാരണം ഒരു അപ്വേർഡ് ത്രസ്റ്റ് നമുക്ക് കിട്ടുന്നു. ആ ഫോഴ്സിനെയാണ് ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കടലിലൊക്കെ പെട്ടു പോകുന്നവരോ അല്ലെങ്കിൽ കായലിലൊക്കെ പെട്ടു പോകുന്നവരോ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഈസി ആയിട്ട് ഒരാളെ തിരിച്ച് നമുക്ക് ലിഫ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ വരാൻ പറ്റും. എന്തുകൊണ്ടാണ്, പകുതി ഫോഴ്സ് വാട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഒരാളെ പുള്ളി ചെയ്യാനോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്ന് ഒരാളെ എടുക്കാനൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പകുതി ഫോഴ്സ് ആര് തരുന്നത് കൊണ്ടാണ്, ബോയൻസി തരുന്നത് കൊണ്ടാണ്. ഈ പ്രിൻസിപ്പിളിനെയാണ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മൾ എന്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ദിസ് ഈസ് കോൾഡ് ദി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അതായത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, വെൻ എ ബോഡി ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി immersed in a fluid, it experiences an upward buoyancy force equal to the എന്താണ്, weight of the fluid displaced by the body.
അപ്പോൾ ബോയൻസി ഫോഴ്സ് ഓൾസോ ഈസ് ഈക്വൽ ടു ദ എന്തെന്ന് അറിഞ്ഞിരിക്കുക, വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അതായത് ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ടംബ്ലർ എടുക്കുക. ഓക്കെ, ഒരു ടംബ്ലർ നമ്മൾ ഈ ഒരു ചില കടയിലൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും ഇതുപോലെ വെള്ളമുള്ള ഒരു ടംബ്ലർ നമ്മൾ അസ്യൂം ചെയ്യുക. ഇതിനകത്ത് നമ്മളൊരു നാരങ്ങ എടുത്തിടുന്നു. അപ്പോൾ ഈ നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ സം എമൗണ്ട് ഓഫ് വാട്ടർ ഇതിനകത്തുനിന്ന് വെളിയിലോട്ട് ഡിസ്പ്ലേസ് ആവുമല്ലോ. ഈ ഡിസ്പ്ലേസ് ആവുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? നമ്മൾ ഈ ഇട്ട ഒബ്ജക്റ്റിന് ഇക്വലൻ്റ് ആയിരിക്കും. ഇതാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അതായത് when a body is partially or completely immersed in a fluid, ഇതിനൊരു അപ്വേർഡ് ബോയൻസി ഫോഴ്സ് ഫീൽ ചെയ്യും. ദിസ് വിൽ ബി ഈക്വൽ ടു ദ എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. ആ ബോഡി എത്ര ഫ്ലൂയിഡിനെയാണോ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബോയൻസി ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. സോ ബോയൻസി ഫോഴ്സ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് എന്താണ്? ഈസ് ഓൾസോ ഈക്വൽ ടു ദ എന്തെന്ന് പറയാം നമുക്ക്? ബോയൻസി ഫോഴ്സ് ഈസ് ഓൾസോ ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഓഫ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് ഷിപ്പ്, ബോട്ട്, ഹൈഡ്രോമീറ്റർ, സബ്മറൈൻ, ഫ്ലോട്ടിംഗ് ഡോക്സ് എല്ലാം. ഇനി ഈ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ് സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ അതിലൊരു നമ്മളൊരു ഡീറ്റെയിൽഡ് ചർച്ച നടത്തി, ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടി എന്തുകൊണ്ടാണ് അത് ജിയുടേതായ പോയത്. അപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ് വരുന്നതാണ് ഇൻസ്റ്റെഡ് ഓഫ് പി ഇവിടെ വരുന്നതാണ് ബി. ബി എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി. അത് എവിടെയാണ് വരുന്നത്? അതായത് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നു? ഈ പറഞ്ഞ എച്ച് സ്റ്റാറിൽ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് പോയിന്റ് വഴിയാണ്? ഈ ബി പോയിന്റ് വഴിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോയൻസി ഫോഴ്സിൻ്റെ ആ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് ആക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ഉണ്ട്, ബോയൻസി ഫോഴ്സ് അപ്പോൾ എങ്ങനെയാണ് ഒരു പോയിന്റ് വരുന്നത്? അതായത് എത്ര യൂണിറ്റ് ആണോ ഇത് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ, അല്ലെങ്കിൽ എത്ര പോർഷൻ വെള്ളത്തിന് താഴെ കിടക്കുന്നോ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ വരും ജി. പക്ഷേ ഇത്രയും പോയിൻ്റാണ് ഇതിൻ്റെ വെള്ളത്തിനടിയിൽ കിടക്കുന്നത്, അതിൻ്റെ സെൻറ്ററിൽ വരുന്നതാണ് ബി. ഇത്രയേ ഉള്ളൂ. അതായത് വെള്ളത്തിനടിയിൽ എത്ര യൂണിറ്റ് ആണോ ഇരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ്, വെള്ളത്തിനടിയിലുള്ളതിൻ്റെ സെൻട്രോയിഡ് പോയിന്റിനെയാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോ ഇറ്റ് ഈസ് ഓൾസോ ക്യാൻ ബി കോൾഡ് ആസ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ഫ്ലൂയിഡ്, അങ്ങനെയും പറയാം. ഇനി ഇതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ എന്ത് ചെയ്യും? വെയിറ്റ് ആക്ട് ചെയ്യും. ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഡിപ്പെൻസ് ഓൺ മാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇവിടെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻസ് ഓൺ ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ഇത് ഫിക്സ്ഡ് ഫോർ എ റിജിഡ് ബോഡിയാണ്, ഇത് ചേഞ്ചസ് വിത്ത് ഇമ്മേർഷൻ ആണ്. ഇനി ഈ ഒരു രണ്ട് കൺസെപ്റ്റ് നിങ്ങൾ ഏത് ബോയൻസിയുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ രണ്ട് പോയിന്റ് ഓർത്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റില്ല. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആണ്. ബോയൻസി ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഇനി ഒരു ബോഡി എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യും? ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്പ്ലേസസ് എ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഹൂസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി. അതായത് ഒരു ബോഡി, ഇപ്പോൾ നമ്മളൊരു കല്ലെടുത്തിടുന്നു, അപ്പോൾ ആ കല്ല് മുങ്ങിപ്പോയി. ആ മുങ്ങിപ്പോയ കല്ല് എത്ര വെയിറ്റ് ഡിസ്പ്ലേസ് ചെയ്യിക്കും? അതിൻ്റെ വെയിറ്റ് തന്നെ ആയിരിക്കും അല്ലേ? അതിൻ്റെ വെയിറ്റ് ആയിരിക്കും ഈ പറഞ്ഞ കല്ല് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ കല്ലിൻ്റെ അതേ വെയിറ്റ് ഉള്ള ഒരു ഇല എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോകുന്നില്ല. അതായത് അതിൻ്റെ ഏരിയ ലാർജ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സം പോർഷൻ മുങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് എവിടെ പോയി? വെളിയിലോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ സമയത്തും ഒരു ഒബ്ജക്റ്റിൻ്റെ ഇത് പറഞ്ഞു, ഈ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിന് ഈക്വലൻ്റ് ആണ്? വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വലൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കുറച്ച് മുങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് വെളിയിലോട്ട് പോകുമ്പോഴാണ് ഇത് പൊങ്ങിക്കിടക്കുന്നത്. കാര്യം ബാക്കി ഇമ്മേഴ്സ്ഡ് ആവണ്ട, അതിന് മുന്നേ തന്നെ അതിൻ്റെ വെയിറ്റ് വെളിയിൽ പോയി. അത്രയും വെയിറ്റ് വെളിയിൽ പോയി കഴിഞ്ഞാൽ അതിന് ഫ്ലോട്ട് ചെയ്യുക. ബോയൻസി ഫോഴ്സ് അതിൻ്റെ എന്തിന് ഈക്വലൻ്റ് ആയി?
ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിന് ഇക്വലൻ്റ് ആയി. അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇത്. ഒരു ബോഡി ഡിസ്പ്ലേസസ് എ വോളിയം ഓഫ് ഫ്ലൂയിഡ് whose weight is always equal to the weight of the body. ആ ബോഡിയുടെ ഇക്വലൻ്റ് വെയിറ്റ് എപ്പോഴും എവിടെ പോവും? വെളിയിലോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആൻഡ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി ഫോർ എ വുഡൻ ബ്ലോക്ക് ഓഫ് വിഡ്ത്ത്. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 2.5 മീറ്റർ. ഡെപ്ത് എത്രയാണ്? 1.5 മീറ്റർ. ആൻഡ് ലെങ്ത് എത്രയാണ്? നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഡയമെൻഷനാണ് 6 മീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് ഹൊറിസോണ്ടലി ഇൻ വാട്ടർ ആണ്. ദ ഡെൻസിറ്റി ഓഫ് ബ്ലോക്കും തന്നിട്ടുണ്ട് 680 kg/m³. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എപ്പോഴും എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. ആൻഡ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി. ഈ സെൻറ്റർ ഓഫ് ബോയൻസി എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി എങ്ങനെ കണ്ടുപിടിക്കും? ഈ എത്രയാണോ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന ഈ എച്ച് കണ്ടുപിടിച്ചിട്ട് എച്ചിൻ്റെ ഹാഫാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് അല്ലേ? വെയിറ്റ് ഓഫ് ബോഡി വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക്, നമ്മുടെ വുഡൻ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇനി വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഇൻറ്റു ഗ്രാവിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം. വോളിയം ഓഫ് ബ്ലോക്ക്. ഓക്കെ, ഡെൻസിറ്റി എത്രയാണ്? 680 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇൻറ്റു 9.81 ഇൻറ്റു ബ്ലോക്കിൻ്റെ വോളിയം എന്ത് കിട്ടുന്നത്? 1.5 ഇൻറ്റു 2.5 ഇൻറ്റു 6. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1,43,471 ന്യൂട്ടൺസ് എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ വുഡൻ ബ്ലോക്കിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതിനെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ ഇത് എത്രത്തോളം മുങ്ങുമ്പോഴാണ് ഇത്രയും വെള്ളം എന്ത് ചെയ്യുന്നത്? ഇക്വലൻ്റ് ടു 1,43,471 വെയിറ്റിൻ്റെ വെള്ളം അത് ഡിസ്പ്ലേസ് ചെയ്യിക്കണം. അപ്പോൾ ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ഏതാണ്? നമ്മുടെ ഈ ഇക്വേഷൻ, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ 1,43,471 ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വാട്ടർ ഡിസ്പ്ലേസ്ഡിൻ്റെ വോളിയം എന്താണ്? നമുക്കിവിടെ എത്രയോ എച്ച് അല്ലേ ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ വരുന്നത്. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയം കണ്ടുപിടിക്കുന്നത്. അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ. ഏരിയ എത്രയാണ്? 2.5 ഇൻറ്റു 6 അല്ലേ? 2.5 ഇൻറ്റു 6 ഇൻറ്റു എച്ച്. മനസ്സിലായോ? അതായത് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഈ എത്രയാണോ ഇമ്മേഴ്സ് ആയ ആ വോളിയത്തിനനുസരിച്ചിട്ടാണ്. ആ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് ഓഫ് ഇമ്മേർഷൻ, അതാണ് എച്ച്. സോ 1,43,471 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 981 ഇൻറ്റു 2.5 9.81 ഇൻറ്റു 2.5 ഇൻറ്റു 6 വിൽ ഗീവ് എച്ച്. സോ എച്ചിൻ്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 0.975 മീറ്റർ എന്ന് കിട്ടും. അതായത് 1.5 മീറ്റർ ഉള്ള ഈ ഹൈറ്റ് ഉള്ള ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ 0.975 മീറ്റർ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാട്ടറിനെ അത് ഡിസ്പ്ലേസ് ചെയ്തു. സോ സെൻറ്റർ ഓഫ് ബോയൻസി വിൽ ബി ഹാഫ് ഓഫ് ദിസ്. സോ ദ ആൻസർ ഈസ് 0.4875 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ബോയൻസിയുടെ ഒരു പ്രോബ്ലം. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന എ സ്റ്റോൺ വെയ്സ് 392.4 ന്യൂട്ടൺ ഇൻ എയർ. എയറിൽ നമ്മൾ വെയ് ചെയ്യുമ്പോൾ 392.4 ഉണ്ട്. ആൻഡ് 196.2 ഇൻ വാട്ടർ. കമ്പ്യൂട്ട് ദ വോളിയം ഓഫ് സ്റ്റോൺ ആൻഡ് ഇറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഒരു കല്ല്, ഈ കല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ
വോളിയവും കണ്ടുപിടിക്കണം, എത്ര വോളിയം ഉള്ളത്. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് എന്താണ്? വെയിറ്റ് ഇൻ എയർ 392.4, വെയിറ്റ് ഇൻ വാട്ടർ 196.2. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കമ്പ്യൂട്ട് ദ വോളിയം ഓഫ് സ്റ്റോൺ ആൻഡ് ഇറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ വെയിറ്റ് ഇൻ എയറും വെയിറ്റ് ഇൻ വാട്ടറും അറിയാം, വെള്ളത്തിനകത്ത് ഇത്ര വന്നു എന്നറിയാം. അപ്പോൾ ബോയൻസി ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ അല്ലേ? ഇതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ലോജിക്ക്. ഒന്നിനും പൊക്കിയെടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറവ് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ബാക്കി ഫോഴ്സ് ആര് കൊടുത്തു? വാട്ടർ കൊടുത്തു. അതിനെയാണ് നമ്മൾ ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് ഈക്വൽ ടു എന്താണ്? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. നമ്മുടെ തുടക്കത്തിൽ പഠിച്ച ഒരു കണ്ടീഷൻ അനുസരിച്ച് ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ എന്താണ്? ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് എന്താണ്? വെയിറ്റ് ഇൻ വാട്ടർ വിച്ച് ഈസ് ഈക്വൽ ടു 196.2. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു 196.2. ഈ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 196.2 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു 1000 വിച്ച് ഈസ് ഈക്വൽ ടു 1/50 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഈ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് 1/50 മീറ്റർ ക്യൂബ് ആണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഈക്വൽ ടു എന്തെന്നും പറയുന്നത്? വോളിയം ഓഫ് സ്റ്റോൺ എന്നും പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സാധനം സബ്മേർജ്ഡ് ഇൻ വാട്ടർ ആണ്, നമ്മൾ മുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് വോളിയം ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്? വെളിയിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ വോളിയം ഓഫ് സ്റ്റോണും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ വന്ന് വോളിയം ഓഫ് സ്റ്റോൺ നമ്മൾ കണ്ടുപിടിച്ചു 1/50 മീറ്റർ ക്യൂബ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ വെയിറ്റ് ഇൻ എയർ അറിയാം. ഈ വെയിറ്റ് നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ അറിയാം? ഡെൻസിറ്റി എപ്പോഴും മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ ഇവിടെ വോളിയം ഓഫ് സ്റ്റോൺ നമുക്കിപ്പോൾ എങ്ങനെ അറിയാം? 1/50 ആണെന്ന് അറിയാം. ഇനി നമുക്ക് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? വെയിറ്റ് ഇൻ എയർ അറിയാം. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു എന്താണ്? W ഈസ് ഈക്വൽ ടു mg അല്ലേ? ഓർ m ഈസ് ഈക്വൽ ടു W/g. 392 ഡിവൈഡഡ് ബൈ 9.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 കിലോഗ്രാം കിട്ടും. അപ്പോൾ സ്റ്റോണിൻ്റെ മാസ് എത്രയായിരുന്നു? 40 കിലോഗ്രാം. സ്റ്റോണിൻ്റെ വോളിയം എത്രയാണ്? 1/50. സോ മാസ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 1/50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് 2000 എന്ന് കിട്ടും. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പം 2 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി നേരത്തെ നമ്മളിപ്പോൾ ചെയ്തത് ഒരു സബ്മേർജ്ഡ് ബോഡിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എത്രത്തോളം സബ്മേർജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ സ്റ്റോണിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിച്ചത്? അതിൻ്റെ ഒരു പോർഷൻ വാട്ടറിലോട്ട് ഫുള്ളി സബ്മേർജ്ഡ് ആയി. അപ്പോൾ അതിൻ്റെ വോളിയമും സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ഇങ്ങനെ വെയിറ്റ് ഇൻ എയറും വെയിറ്റ് ഇൻ വാട്ടറും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വോളിയവും കണ്ടുപിടിക്കാം, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഈ ഒരു ഫോർമാറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡെൻസിറ്റി ഓഫ് എ മെറ്റൽ ബോഡി വിച്ച് ഫ്ലോട്ട്സ് അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് മെർക്കുറി ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ സച്ച് ദാറ്റ്. അതായത് ഒരു പെട്ടിക്കകത്ത് നമുക്ക് മെർക്കുറി ഉണ്ട്, വാട്ടറും ഉണ്ട്. ഒരു ഹാഫ് സെക്ഷനിൽ വാട്ടറും ഉണ്ട്. എന്തുവാണ്? മെർക്കുറി അല്ലേ? മെർക്കുറി അതിനെക്കാട്ടും വെയിറ്റ് ഉള്ളതല്ലേ? അപ്പോൾ വാട്ടർ മുകളിലുണ്ട്. ദെൻ മെർക്കുറി ഈസ് ബോട്ടം പോർഷൻ. മെർക്കുറി ഉണ്ട്. ഇതിൻ്റെ ഡെൻസിറ്റി 1000ഉം ഇതിൻ്റെ 13,600 ആണ് ഡെൻസിറ്റി വരുന്നത്. അത് രണ്ടും നമുക്കറിയാവുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് ഗേറ്റിന്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സ്റ്റോണോ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ബോഡി എടുത്തിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഇൻ്റർഫേസിൽ അത് ഫ്ലോട്ട് ചെയ്തിരിക്കുന്നു. സച്ച് ദാറ്റ് ഓക്കെ
ഇങ്ങനെയാണ് ആ ബോഡി കിടക്കുന്നത്. സച്ച് ദാറ്റ് 40% ഈസ് സബ്മേർജ്ഡ് ഇൻ മെർക്കുറി ആൻഡ് 60% ഇൻ വാട്ടർ. അതായത് ടോട്ടൽ വോളിയം വി ആണെങ്കിൽ വിയുടെ 0.4% മെർക്കുറിയിലും ഒരു 0.6 വോളിയം ദിസ് ഈസ് മെർക്കുറിയിലും ദിസ് ഈസ് ഇൻ വാട്ടറിലും. അപ്പോൾ ഇങ്ങനെയാണ് അത് പെർസെൻറ്റേജ് ഡിവൈഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ വി ആണ് ടോട്ടൽ വോളിയം എങ്കിൽ ആ വി എങ്ങനെയൊക്കെയാണ് മാറിയത്? 0.4 ഓഫ് വി ഏതിലാണ്? മെർക്കുറിയിലും 0.6 വോളിയം ഓഫ് ദ ബോഡി എവിടെയാണ്? വാട്ടറിലും ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ബോയിൻറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ടോട്ടൽ ബോയിൻറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ബോയൻസി ഫ്രം മെർക്കുറി പ്ലസ് ഫോഴ്സ് ഓഫ് ബോയൻസി ഫ്രം വാട്ടർ, അല്ലേ? ഇങ്ങനെ രണ്ടായിട്ടല്ലേ ഇതിൻ്റെ ടോട്ടൽ ബോയൻസി ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത് എന്താണോ? ഈ ഫോഴ്സ് ഓഫ് ബോയൻസി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് മെർക്കുറി ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് മെർക്കുറി ഡിസ്പ്ലേസ്ഡ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അല്ലേ? ഇങ്ങനെ എഴുതാമല്ലോ നമുക്ക്. ഇനി വെയിറ്റ് ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് മെർക്കുറി ഡിസ്പ്ലേസ്ഡ് പ്ലസ് ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാം. സോ ഡെൻസിറ്റി ഓഫ് ഇവിടെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്താണ്? ഇത് ഡെൻസിറ്റി ഓഫ് വാട്ടർ, അത് ഡെൻസിറ്റി ഓഫ് മെർക്കുറി. So density of mercury is 13.6 into G into volume of percentage inside mercury എന്താണ്? 0.4 V plus density of water 1 ആണ് into G into volume of water displaced from volume of water displaced എത്രയാണ്? 0.6 V. അത് ടോട്ടൽ ബോയൻസി ഫോഴ്സിന് ഈക്വൽ ആണ്. ടോട്ടൽ ബോയൻസി ഫോഴ്സ് എന്താണ്? വെയിറ്റ് ഓഫ് ദി ബോഡി, that is equal to rho into G into V. So this is equal to, ഇത് ഡെൻസിറ്റി ഓഫ് ദ മെറ്റാലിക് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് G എല്ലാത്തിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലേ? വിയും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഡെൻസിറ്റി ഓഫ് ദ മെറ്റാലിക് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 13.6 ഇൻറ്റു 0.4 പ്ലസ് 0.6. അപ്പോൾ നമുക്ക് മെറ്റാലിക് ഒബ്ജക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതി വരുമ്പോൾ ഇൻറ്റു ഇവിടെ ഒരു 1000 കൂടെ ഉണ്ട്, അല്ലേ? നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയല്ലേ ഇവിടെ എഴുതിയത്. രണ്ടിടത്തും ഇൻറ്റു 1000 കൂടെ വരും. സോ ഇവിടെയും ഇൻറ്റു ഒരു 1000 കൂടെ എഴുതുക. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് 6040 kilograms per meter cube എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി ഓഫ് ദി മെറ്റാലിക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അപ്പോൾ ഒരു ഐഡിയ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത്രയും കൺസെപ്റ്റ്സ് നമ്മൾ ഇതിനെ അറിയണം. ടോട്ടൽ ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെയാണ്? ഫോഴ്സ് ഓഫ് ബോയൻസി ഫ്രം മെർക്കുറി പ്ലസ് ഫോഴ്സ് ഓഫ് ബോയൻസി ഫ്രം വാട്ടർ. ഓരോന്നിൻ്റെയും ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തത്. അപ്പോൾ വെയിറ്റ് ഓഫ് ഇവിടെ എന്ത് വരും? മെർക്കുറി ഡിസ്പ്ലേസ്ഡും ഇവിടെ എന്ത് വരും? വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും. അപ്പോൾ വെയിറ്റ് ഓഫ് മെർക്കുറി ഡിസ്പ്ലേസ്ഡ് എന്ത് കിട്ടും? മെർക്കുറിയുടെ ഡെൻസിറ്റി പ്ലസ് വോളിയം ഓഫ് മെർക്കുറി ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഇവിടെ എത്ര വോളിയം ആയിരിക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത്? സിൻസ് ഇത് 60% ആണ് ആ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ ഉണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തായിരിക്കും? മെർക്കുറിയിൽ നിന്ന് വാട്ടറിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. 40% ആണ് മെർക്കുറിയിലുള്ളതെങ്കിൽ 40% ഓഫ് വോളിയത്തിൻ്റെ അതിൽ എത്രയാണോ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നത് അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് ആയിരിക്കും മെർക്കുറിയിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ
ഈ പ്രോബ്ലം സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി നമ്മൾ ബോയൻസിയിൽ അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് ഈസ് അബൌട്ട് മെറ്റാ സെൻറ്റർ. മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലോട്ടിംഗ് ബോഡിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോൾ ഏതോ ഒരു പോയിന്റിനെ ബേസ് ചെയ്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് വെൻ എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഗിവൺ എ സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ടിൽറ്റ്, ദ സെൻറ്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഈ ബി എന്ന് പറയുന്നത് അത് സെൻറ്റർ ഓഫ് ബോയൻസി എങ്ങനെ ഷിഫ്റ്റ് ആകുന്നു? ഇപ്പോൾ ഇത്രയാണ് വാട്ടറിനകത്ത് മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്, അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ ഇമ്മേഴ്സ്ഡ് ഏരിയ. അപ്പോൾ ഈ ഇമ്മേഴ്സ്ഡിൻ്റെ പകുതിയിലായിരിക്കും എന്ത് വരുന്നത്, സെൻറ്റർ ഓഫ് ബോയൻസി വരുന്നത്. ബട്ട് ടിൽട്ടായിട്ടിരിക്കുമ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, വാട്ടറിനകത്ത് ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് വെയിറ്റ് വരുന്നതിനനുസരിച്ച് സെൻട്രോയിഡിലായിരിക്കും എന്ത് വരുന്നത്, ബോയൻസി വരുന്നത്. അപ്പം ഒരു ടിൽറ്റ് ആവുന്ന ഒരു നോൺ യൂണിഫോം ബോഡി ആണെങ്കിൽ, ടിൽറ്റായി കിട്ടുന്നത് വേറൊരു സെപ്പറേറ്റ് ഏരിയ ആണെങ്കിൽ അതിൻ്റെ എന്ത് ഷിഫ്റ്റ് ആവണം, സെൻറ്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ആവണം. ഓക്കെ, അപ്പം ഏതോ ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ടിൽറ്റ് നടക്കുന്നത്. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി എവിടെ ഹിറ്റ് ചെയ്യും, ഒരു എം എന്ന് പറഞ്ഞൊരു പോയിന്റ് ഹിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്ന മെറ്റാ സെൻറ്റർ. അപ്പോൾ ദ ന്യൂ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ബോയിന്റ് ഫോഴ്സ് ഇന്റർസെക്ട്സ് ദ ഒറിജിനൽ വെർട്ടിക്കൽ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ബോയൻസി പോയിന്റ് കോൾഡ് ആസ് മെറ്റാ സെൻറ്റർ. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ മെറ്റാ സെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുന്നെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ, ഇവിടെ ജി എം എന്ന് പറഞ്ഞൊരു ഹൈറ്റ് ഉണ്ട്. ഇത്രയും ഹൈറ്റ് ജി എമ്മും ഉണ്ട്, നമുക്ക് ബി ജിയും ഉണ്ട്. ജി എം ഉണ്ട്, ബി ജി ഉണ്ട്. അപ്പോൾ ഇവിടെ എം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു സെൻട്രോയിഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു ബി ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും അലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ എം വിൽ കം ഹിയർ, ജി വിൽ കം ഹിയർ ആൻഡ് ബി വിൽ കം ഹിയർ. അപ്പോൾ നമുക്ക് എം ജി ബി ഇങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ജി എം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ജി എം ഈസ് ഈക്വൽ ടു ബി എം മൈനസ് ബി ജി അല്ലേ. ഇതൊരു ഇക്വേഷൻ എഴുതാം. where BM is called as the metacentric radius and BG is the distance between center of buoyancy and center of gravity. And BM കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് I by volume of water displaced, moment of inertia ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BM കിട്ടും. BG എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ടും സെൻറ്റർ ഓഫ് ബോയൻസിയും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടെ ഉള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നേരത്തെ നമ്മളൊരു ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു ഈസി ഷോർട്ട് കട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അതായത് വലിയ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം കുറയ്ക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് നമുക്ക് എന്തറിയാം, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഏരിയ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഏരിയ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ഇമ്മേർഷൻ ഈസ് ഈക്വൽ ടു, ഏരിയ കോൺസ്റ്റൻ്റ് അല്ലേ രണ്ടിൻ്റെ, ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഏരിയ ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഗ്രാവിറ്റി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി എങ്ങനെ വരും, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ഏരിയ ഓഫ് ഒബ്ജക്റ്റ് ക്യാൻസൽ ചെയ്യാം, ഇൻറ്റു ഹൈറ്റ് ഓഫ് ഇമ്മേർഷൻ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. ഓർ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഹൈറ്റ് ഓഫ് ഇമ്മേർഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം നമുക്ക്, ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇതിപ്പോൾ നമ്മൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഒബ്ജക്റ്റ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, എസ് ഓഫ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഹൈറ്റ് ഓഫ് ഇമ്മേർഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഒബ്ജക്റ്റ് അറിയാം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വി ക്യാൻ ഡിറ്റർമിൻ ദി
ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ, അതായത് ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ ഇഫ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി ഒരു പ്രോബ്ലം നോക്കാം. എ റെക്ടാങ്കുലർ പൊണ്ടൂൺ ഈസ് 5 meter ലോങ്, 3 meter വൈഡ് ആൻഡ് 1.20 meter ഹൈ. റെക്ടാങ്കിൾ പൊണ്ടൂൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ലാബ് പോലെ. ഓക്കെ, ദ ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ ഓഫ് ദ പൊണ്ടൂൺ ഈസ് 1.80 ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഹൈറ്റ് 0.88 ആണ്. ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ഇത് ഹൈറ്റ് 1.2, ദെൻ 3 meter വൈഡ്. ഓക്കെ, ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് 0.6 meter. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ജി, ദാറ്റ് ഈസ് 0.6. ഡിറ്റർമിൻ ദ മെറ്റാസെൻട്രിക് ഹൈറ്റ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജി എം ഈസ് ഈക്വൽ ടു ഐ ബൈ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് മൈനസ് ബി ജി. അപ്പോൾ ഐ ഓഫ് ദി പൊണ്ടൂൺ എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കിവിടെ എടുക്കുമ്പോൾ ഇത് ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുന്നത് ഒരു റെക്റ്റാങ്കുലർ സ്ലാബാണ് അല്ലേ? ഈ റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ എത്രയാണ് പറയുന്നത്? 5 meter ലോങ്ങും 3 meter വൈഡും. നമ്മൾ ബി ഡി ക്യൂബ് ബൈ 12 എടുക്കുമ്പം ഏതിന് ക്യൂബ് കൊടുക്കും? അതായത് ഇവിടെ ബേസും ഡെപ്ത് അല്ല, ഇവിടെ 2 dimension ആണുള്ളത്, 5 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ബി ആയിട്ട് എടുക്കും, ഏത് ഡി ആയിട്ട് എടുക്കും? ഓൾവേസ് സെലക്ട് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സച്ച് ദാറ്റ് ഇറ്റ് ഈസ് മിനിമം. അപ്പോൾ നമ്മൾ ഏതിന് ക്യൂബ് കൊടുക്കണം? 5 × 3 cube by 12. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐയുടെ വാല്യൂ നമുക്ക് 45/4 m⁴ എന്ന് കിട്ടും. ഓക്കെ, ഇനി വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വോളിയം എന്ന് പറയുന്നത് 3 × meter ലോങ് എത്രയാണ്? 5 × 0.8. സോ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് 12 m3. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇമ്മേർഷൻ ഡെപ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈസിയാണ്. സോ ബി ജി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ ഉള്ള ഹൈറ്റ് എത്രയാണെന്ന് അറിയാം, 0.6 ആണെന്ന് അറിയാം. ഇമ്മേർഷൻ ഡെപ്ത് എത്രയാണെന്ന് അറിയാം, 0.8. അപ്പോൾ അതിൻ്റെ ഹാഫ് എത്രയാണ്? 0.4. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. അപ്പോൾ ജി എമ്മിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഐ 45/4 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇസ് 12 മൈനസ് 0.2. സോ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.7375 meter എന്ന് കിട്ടും. സോ ഇവിടെ ജി എം പോസിറ്റീവായിട്ട് കിട്ടി. അപ്പോൾ ജി എമ്മിൻ്റെ വാല്യൂ ആക്ച്വലി ഡിറ്റർമിൻസ് ഈവൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ബോഡി. അപ്പം ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമുക്കിതിൻ്റെ ഏത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എമ്മിൻ്റെ പൊസിഷൻ വെച്ച് പറയാൻ പറ്റും. ഇഫ് വി ഗെറ്റ് ദ ജി എം ആസ് പോസിറ്റീവ്, അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. അതായത് എം എബോവ് ജി ആണ്. ഫോർ എ സ്റ്റേബിൾ ക്രൈറ്റീരിയ ആണെങ്കിൽ എം എപ്പോഴും എബോവ് ജി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ബോഡി ഈസ് ഇൻ സ്റ്റേബിൾ സിറ്റുവേഷൻ. ഇപ്പോൾ എം ജി ആണെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. എം ലെസ് ദാൻ ജി ആണെങ്കിൽ എന്താണ്? നെഗറ്റീവാണ്. നമ്മുടെ ഏത് ജി എം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ബോഡി നമ്മൾ അങ്ങോട്ടൊരു ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവർ ടേൺ ആയി അപ്സൈഡ് ഡൗൺ ആയി പോകും. അപ്പോൾ എം എപ്പോഴും എബോവ് ജി ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് വന്ന് ഇതിനെ എന്ത് ചെയ്യും? വീണ്ടും ബാക്ക് ടു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആക്കും. അപ്പോൾ ഫോർ എ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്കൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് വേണ്ട ക്രൈറ്റീരിയ എന്താണ്? എം ഷുഡ് ഓൾവേസ് ബി എബോവ് ജി. ഓക്കെ, സോ സ്റ്റേബിൾ കണ്ടീഷൻ എബോവ് ജി ആണെങ്കിൽ ജി എം പോസിറ്റീവ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ന്യൂട്രൽ ആണെങ്കിൽ ജി എം 0 ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അൺസ്റ്റേബിൾ ആണെങ്കിൽ എമ്മിൻ്റെ പോയിന്റ് ബിലോ ജി ആയിരിക്കും, അപ്പോൾ അത് നെഗറ്റീവ് വരും. അങ്ങനെയാണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി PYQs നോക്കാം. സോ അപ്പം ഈ ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് എന്ത് പറയാം? സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കാം. ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്, ഡയമീറ്റർ 4 meter ആണ്, ഡി ഈസ് ഈക്വൽ ടു 4 meter. ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് 3 meter. Find the metacentric height when it is floating in water with its axis vertical and the specific gravity of the cylinder. S is equal to 0.6 തന്നു. അപ്പം ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഇമ്മേർഷൻ ഈസ് ഈക്വൽ ടു
എച്ച് ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എസ് ഇൻറ്റു എച്ച് ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്യുക, ദാറ്റ് ഈസ് 3 ഇൻറ്റു 0.6. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇമ്മേർഷൻ എത്രയെന്ന് കിട്ടും? 1.8 എന്ന് കിട്ടും. ഇനി നമ്മുടെ ജി എമ്മിൻ്റെ വാല്യൂ എന്താണ്? ഐ ബൈ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് മൈനസ് ബി ജി. ഓക്കെ, ഐയുടെ വാല്യൂ എന്ത് കിട്ടും? പൈ ബൈ 64 ഇൻറ്റു ഡി റേസ് ടു 4, ദാറ്റ് ഈസ് പൈ ബൈ 64 ഇൻറ്റു 3 റേസ് ടു ഡയമീറ്റർ 4 അല്ലേ, 4 റേസ് ടു 4. അപ്പോൾ വാല്യൂ നമുക്ക് അങ്ങനെ കിട്ടും. ദെൻ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ഇമ്മേർഷൻ ആണ്. ഇമ്മേർഷൻ വോളിയം എന്ന് പറയുന്നത് ഏരിയ പൈ ഇൻറ്റു ആർ സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു എത്രയാണ് ഇമ്മേഴ്സ്ഡ് ഹൈറ്റ്? 1.8. ഇനി ബി ജിയുടെ ഡിസ്റ്റൻസ് എന്ത് പറ്റും? ഇമ്മേർഷൻ ഹൈറ്റ് 1.8 ആണ്. അപ്പം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് വരും? 1.5. 3യുടെ പകുതി മൈനസ് സെൻറ്റർ ഓഫ് ബോയൻസി എവിടെ വരും? 1.8ൻ്റെ പകുതി 0.9, ദാറ്റ് ഈസ് 0.6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ജി എം ഈസ് ഈക്വൽ ടു ഐ പൈ ബൈ 64 ഇൻറ്റു 4 റേസ് ടു 4 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 1.8 മൈനസ് 0.6. സോൾവ് ചെയ്യുമ്പോൾ ജി എമ്മിൻ്റെ വാല്യൂ നമുക്ക് മൈനസ് 0.05 എന്ന് കിട്ടും, 0.05 മീറ്റർ. സോ സിൻസ് ദിസ് ഇസ് നെഗറ്റീവ്, എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ദിസ് ഈസ് ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജി എം കണ്ടുപിടിക്കുക, ആൻഡ് അതിൻ്റെ സൈൻ നോക്കിയിട്ട് അതാണെന്നോ അല്ലെന്നോ നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എന്താണ് നമ്മുടെ ബോയൻസി. സോ ഇതിനെ ബേസ് ചെയ്ത് ഇനി നമുക്ക് സർട്ടൻ PYQs നോക്കാം. സോ സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതിന് മാത്രമേ ഉള്ളൂ? ഡെപ്ത് ഓഫ് ലിക്വിഡ്. പ്രഷർ അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവലിലെ ലിക്വിഡ് വിൽ ബി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പ്രഷർ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആക്ട്സ്, സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ എപ്പോഴും എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? നോർമൽ ടു ദ സർഫസിനായിരിക്കും. പ്രഷർ ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഏരിയ, ഡെൻസിറ്റി, ഡെപ്ത്. It depends on density and depth. Pressure is independent of shape of the vessel. The total hydrostatic force on a submerged plane surface depends on. Hydrostatic force on submerged plane surface എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഏരിയ, ഡെപ്ത് ഓഫ് സെൻട്രോയിഡ്, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ ജി എ എച്ച് ബാർ. അപ്പം ഓൾ ഓഫ് ദി എബവ്. നോ, സെൻറ്റർ ഓഫ് പ്രഷർ ലൈസ് എവിടെയാണ്? എബോവ് സെൻട്രോയിഡ് ആണോ, അറ്റ് സെൻട്രോയിഡ് ആണോ, ബിലോ സെൻട്രോയിഡ് ആണോ? സെൻറ്റർ ഓഫ് പ്രഷർ എപ്പോഴും ബിലോ സെൻട്രോയിഡ് ആയിരിക്കും. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ് വെർട്ടിക്കൽ സബ്മേർജ്ഡ് പ്ലേറ്റ് ഈസ്, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ട്രയാങ്കിൾ ആയിരിക്കും, താഴോട്ട് വരുന്തോറും കൂടി വരും. ഇനി ദ സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് ദി സെൻട്രോയിഡ് ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വോളിയം. എ ബോഡി ഫ്ലോട്ട്സ് വെൻ weight is greater than buoyancy force, weight is less than buoyancy force, weight equal to buoyancy force, weight equal to buoyancy force ആകുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് കണ്ടീഷനിലോട്ട് എത്തുന്നത്. The stability of a floating body depends on metacentric height. Only criteria എന്താണ്? metacentric height ആണ്. The point of intersection of the new line of buoyancy with the original vertical line is metacenter. For stable equilibrium എന്തായിരിക്കണം കണ്ടീഷൻ? M should always be above G. Then for neutral equilibrium എന്തായിരിക്കണം? M ഉം G ഉം കോയിൻസൈഡ് ചെയ്യുക. A hydrometer works on എന്ത് പ്രിൻസിപ്പിൾ ആണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ഡ്രാഫ്റ്റ് മീൻസ് എന്താണ്? ഹൈറ്റ് അബവ് വാട്ടർ, ഡെപ്ത് ഓഫ് ഇമേർഷൻ, വിഡ്ത്ത് ഓഫ് ഷിപ്പ്, ലെങ്ത് ഓഫ് ഷിപ്പ്. ഡെപ്ത് ഓഫ് ഇമേർഷനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് ഓഫ് ഇമേർഷൻ ആണ്. ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് ബിലോ വാട്ടർ, ഹൈറ്റ് അബവ് വാട്ടർ സർഫസ്, വിഡ്ത്ത് ഓഫ് ഷിപ്പ്, വാട്ടർ ലൈൻ, ലെങ്ത്. ഇറ്റ് ഈസ് ഹൈറ്റ് അബവ് വാട്ടർ സർഫസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ടോപ്പിക്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.